أشهد أن لا إله إلا الحمد لله ربي يهتف باسمك قلبي الحمد لله الحمد لله الحمد لله ربي يهتف باسمك قلبي الحمد لله الحمد لله حمدا إلهي وشكرا أنت يا معبود يا من جل قدراه جل قدراه لك الحمد صمتا لك الحمد فرضا لك الحمد خفقا حثيثا ونبضا لك الحمد صمتا اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്രഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതം പരമാവധി വിമലീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫുർഖാൻ സെന്റർ സംഘടിപ്പിച്ചു വരുന്ന മർഹബൻ റമളാൻ എന്ന പരിപാടിയുടെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം ഒരു സംഗമവും ക്ലാസും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിഷയം പുണ്യങ്ങളുടെ പൂക്കാലം. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള പരകോടി ജന്തുജീവവർഗങ്ങളിൽ നിന്നും തീർത്തും വ്യതിരിക്തനും വ്യത്യസ്ത അസ്തിത്വത്തിനുടമയുമായി കൊണ്ട് മനുഷ്യനെന്ന സൃഷ്ടി മാറി നിൽക്കുകയാണ്. കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് കാര്യങ്ങൾ കണ്ടു കേട്ട് സ്പർശിച്ച് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിബോധമുള്ളവനായി തീരുവാനും ആ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിലൂടെ ഇന്നലകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി പുരോഗതിയുടെ പടവുകൾ താണ്ടുവാനും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അഗ്രഗണ്യനാകാനും ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നുണ്ട്. ഇത് മനുഷ്യനെന്ന സവിശേഷ അസ്തിത്വത്തിനുടമായ വ്യക്തിയുടെ വ്യതിരിക്തതയാണ്. എത്രമാത്രം അവൻ വളരുന്നുവോ ഉയരുന്നുവോ അത്ര കണ്ട് താനെന്ന ഭാവവും സ്വയം പര്യാപ്തനെന്ന ചിന്തയും മനുഷ്യനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവൻ കൂടുതൽ സ്വാർത്ഥരായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
ഭൗതികമായ ജീവിത ചുറ്റുപാടുകളിൽ മതിമറക്കുന്ന മനുഷ്യൻ സുഖാഡംബരങ്ങളിൽ പരമാവധി ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറ സ്വന്തം സ്രഷ്ടാവിനോടും സ്വന്തം മാതാപിതാക്കളോടും സ്വന്തം ഇണയോടും മക്കളോടുള്ള ബാധ്യതകൾ പോലും നിർവഹിക്കാതെ തീർത്തും ഉത്തരവാദിത്തമില്ലാത്ത അധപ്പതിക്കുന്ന പൈശാചികമായ അധമഭാവ തലങ്ങളിലേക്ക് തകർന്ന് തരിപ്പണമാകുന്ന ഒരു തലമുറയായി കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും റമളാനിന്റെയും പ്രസക്തി. ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ആത്മാവ് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പൈശാചികമായ അധഭാവതലങ്ങളിലേക്ക് തകർന്ന് തരിപ്പണമാവാൻ കഴിയില്ല. അത്തരം ഒരു സ്വാധീനമുണ്ടെങ്കിൽ തന്നെ ഉടൻ സർവാധിനാഥനിലേക്ക് മടങ്ങി വരാനുള്ള മനസ്സ് ഒരു വിശ്വാസി സ്വായത്തമാക്കിയിരിക്കും. ഇത് മനുഷ്യ സൃഷ്ടികളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹീത ദാസന്മാരുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് തിന്മയിലേക്ക് അകപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് ചുറ്റും. മദ്യവും മദിരാക്ഷിയും ലോട്ടറിയും അതുപോലെ തന്നെ വാതുവെപ്പുകളും തിന്മകൾ എന്തെല്ലാം ഉണ്ടോ ആ തിന്മകളിലേക്കെല്ലാം തന്നെ മനുഷ്യനെ ശക്തമായി പ്രലോഭിക്കുന്ന, ശക്തമായി തിന്മയിലേക്ക് വലിച്ചിടുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് നമുക്കിടയിലുള്ളത്. ഇത്തരം ഈ നശിച്ച ചുറ്റുപാടുകളിൽ നിന്ന്, ഈ നശിച്ച സാഹചര്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛവും മോശവുമായ പൈശാചികമായ ദുസ്വാധീനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ, ഒന്ന് മാറി നിൽക്കാൻ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിമലീകരിക്കാൻ, നമുക്ക് നമ്മെ തന്നെ വിശുദ്ധമാക്കാൻ, നമുക്ക് നമ്മെ തന്നെ ഒന്നറിയാൻ, ഒന്ന് ഉൾക്കൊള്ളാൻ ഉള്ള അവസരമാണ് യഥാർത്ഥത്തിൽ റമളാൻ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, തന്നെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ, താൻ ചോദിക്കാതെ തന്നെ അനുഗ്രഹങ്ങളും ഔദാര്യവും കരുണയും ഓരോ നിമിഷവും വാരിക്കോരി തനിക്ക് ചൊരിഞ്ഞു തരുന്ന തന്റെ നാഥനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് രചനാത്മകമായ നിലപാട് സ്വീകരിക്കാനുള്ള സുവർണാവസരമാണ് റമളാൻ. ഭൗതികമായി എന്തെല്ലാം ഓഫറുകളുണ്ടോ അത്തരം ഓഫറുകൾക്കെല്ലാം പിന്നിൽ മുന്നോട്ട് കുതിക്കാനും ആ ഓഫറുകളെല്ലാം സ്വായത്തമാക്കാനും ഇന്നത്തെ തലമുറക്ക് എന്തെന്നില്ലാത്ത താല്പര്യമുണ്ട്. ഒന്ന് വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ മറ്റൊന്ന് ഫ്രീ. 10 രൂപന്റെ സാധനം 5 എണ്ണം വാങ്ങിച്ചാൽ അതിൽ ഡിസ്കൗണ്ട്. അതെല്ലാം വാങ്ങിക്കൂട്ടാൻ എത്രമാത്രം കൂടുതൽ തനിക്ക് വിഭവങ്ങൾ സ്വായത്തമാക്കാനാവുമോ, എത്രമാത്രം ചെറിയ ചെറിയ അധ്വാനങ്ങളിലൂടെ ധാരാളം സമ്പത്ത് നേടിയെടുക്കാൻ കഴിയുമോ, ഒന്നും അധ്വാനിക്കാതെ ഒരു വിയർപ്പ് തുള്ളി പോലും ഒറ്റാതെ എത്രമാത്രം ഭൗതികമായ സുഖാഡംബരങ്ങളിൽ നീരാടാനാവും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരുന്ന തലമുറകൾ അവർക്കിടയിൽ കുറ്റകൃത്യവും സകലവിധ തോന്നിവാസങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 50 രൂപയ്ക്കും വേണ്ടി നരഹത്യ നടത്തുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സുകൾ അധപ്പതിച്ചു പോയിരിക്കുന്നു. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് മ്ലേച്ഛ കൃത്യവും നടത്തുവാൻ മാത്രം മനുഷ്യ മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്നു. ഇവിടെ സ്വന്തം മനസ്സിനെ നന്നാക്കാൻ, തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒന്ന് തിരിച്ച് മാറി നിൽക്കാൻ, ഒരൽപ്പം ചിന്തിക്കാനുള്ള സുവർണാവസരമായി വിശുദ്ധ ഖുർആൻ, ഇസ്ലാം റമളാനിനെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ റമളാനിന്റെ ആത്മാവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എങ്ങനെയാണോ റമളാനിന്റെ ആത്മാവിനെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധരങ്ങളിൽ നിന്നും ദീൻ പഠിച്ച, ജീവിതത്തിന്റെ വൈയക്തിക തലം മുതൽ സാമൂഹ്യ തലം വരെ വിമലീകരിക്കുകയും ഒടുവിൽ അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ അനുഗ്രഹവും നേടിയെടുക്കുവാൻ മാത്രം വളരുകയും ഉയരുകയും ചെയ്ത ഉത്തമ തലമുറയുടെ വക്താക്കൾ റമളാനിന്റെ ആത്മാവിനെ എപ്രകാരം ഉൾക്കൊണ്ടുപോകും,
അതേപോലെ ഉൾക്കൊള്ളാൻ, അവരുടെ കാൽപ്പാടുകൾ അനുധാവനം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ നമ്മൾ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ആ രീതിശാസ്ത്രവും ആ മാർഗവും നമ്മൾ വിസ്മരിക്കുകയോ നമ്മളുടെ അലസത മനോഭാവം കൊണ്ടോ നമ്മിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നു മുസ്ലിങ്ങളുടെ ഇസ്സത്തിന്റെ തകർച്ചയും മുസ്ലിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ആത്മീയവും സകല തലങ്ങളുടെ നാശത്തിന് തുടക്കവും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആ ആത്മീയമായ ചൈതന്യം ഉൾക്കൊള്ളുന്നവർക്കാണ് ഇസ്സത്തുള്ളത് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. സട്ടാവും സർവാധിനാഥനുമായ പടച്ചതമ്പുരാനുള്ളതാണ് ഇസ്സത്ത്. അവന്റെ പ്രവാചകനുമുണ്ട് ഇസ്സത്ത്. സട്ടാവിനെ മാത്രം ആരാധിക്കുകയും പ്രവാചകന്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹത്തിനാണ് ഇസ്സത്ത്. അതുകൊണ്ട് തന്നെ ആത്മീയമായ ചൈതന്യം ഉൾക്കൊള്ളുവാനും ഇസ്സത്ത് നേടിയെടുക്കാനും ലോകത്തുള്ള സകല സൃഷ്ടികൾക്ക് മുന്നിലും തലയുയർത്തി നിൽക്കുവാനുമുള്ള ആർജവവും അന്തസ്സും നാം നേടിയെടുക്കണം. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഇതാ ഒന്നുകൂടെ ഒരവസരം അള്ളാഹു നമുക്ക് നൽകുന്നു. റമളാനിന്റെ ദിനരാത്രങ്ങളെ വാരിപ്പുണരാൻ ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ മാനസികമായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും നന്മകളുടെ വസന്തകാലമാണ് റമളാൻ. റമളാനിന്റെ പുണ്യവും റമളാനിന്റെ ആത്മാവും റമളാനിന്റെ മർമ്മവും അറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനത് ആഘോഷിക്കും. മനസ്സുൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്ക് റമളാനിനെ ആഘോഷിക്കാനും ഉൾക്കൊള്ളാനും റമളാനിന്റെ മണിക്കൂറുകളെ തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാക്കാനും ഒരു വിശ്വാസിക്ക് കഴിയും. അല്ലാത്തവർക്കത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും, ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കുമ്പോഴും പ്രജ്വലമായി പ്രകാശിക്കുന്ന റമളാൻ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആവേശത്തോടെ നമ്മിലേക്ക് അടുക്കുന്ന റമളാനിനെ, നമ്മൾക്ക് നന്മകളുടെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തരാൻ വരുന്ന റമളാനിനെ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിനെ, സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ആ റമളാനിനെ ആ ഒരു രീതിയിൽ നോക്കിക്കാണാനുള്ള മനസ്സ് വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ റമളാൻ അനുഗ്രഹത്തിന്റെ മാസം, ഭക്തിയുടെ മാസം, സമർപ്പണത്തിന്റെ, സമാധാനത്തിന്റെ, ത്യാഗത്തിന്റെ മാസമാണ് റമളാൻ. എല്ലാ അർത്ഥത്തിലും സട്ടാവായ പടച്ചതമ്പുരാനിൽ നിന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, സ്വർഗ കവാടങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മാസമാണത്. നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും ശൈത്താൻ ബന്ധിതനാകുകയും ചെയ്യുന്ന മാസം. അതുകൊണ്ട് തന്നെ ആ റമളാനിനെ ആ രീതിയിൽ സ്വർഗം നമുക്ക് സുനിശ്ചിതം, നരകത്തിൽ നിന്നും മോചനം നേടാനുള്ള ഏറ്റവും നല്ല അവസരമായി റമളാനിനെ കാണേണ്ടതുണ്ട്. 1000 മാസത്തേക്കാൾ പുണ്യമേറിയ രാവിന്റെ മാസമാണ് റമളാൻ. മാനവർക്ക് മാർഗദർശനമേകും വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യമാസമാണ് റമളാൻ. അള്ളാഹുവിനെ സദാ വാഴ്ത്തുന്ന വിശുദ്ധരായ അള്ളാഹുവിന്റെ മലക്കുകൾ ലക്ഷോപലക്ഷം ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്ന, കടന്നുവരുന്ന വസന്തകാലമാണ് റമളാൻ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ബദറിന്റെ ത്യാഗസ്മരണകൾ ഉയർത്തുന്ന ത്യാഗോജ്ജല മാസമാണ് റമളാൻ. സട്ടാവായ പടച്ചതമ്പുരാനിലേക്ക് അടുക്കുവാനും സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ മുന്നിൽ തേങ്ങിക്കരഞ്ഞ് നിറകണ്ണുകളോടെ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബയുടെ സുന്ദരമായ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, സകല പാപങ്ങളും അവനോട് ഏറ്റുപറയുവാനുള്ള പാപമോചനത്തിന്റെ മാസമാണ് റമളാൻ. ദിക്റുള്ളയിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ സ്വര മാധുര്യത്തോടുള്ള പാരായണത്തിലൂടെ അധരങ്ങളെ സജീവമാക്കാൻ, നമ്മുടെ നാവുകളെ അതിന് ആ രീതിയിൽ തയ്യാറെടുപ്പിക്കാൻ, അതുവഴി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാമീപ്യം നേടാൻ, പടച്ചതമ്പുരാനിൽ നിന്നുള്ള സക്കീനത്ത് നേടാൻ,
അള്ളാഹു നമ്മളെക്കുറിച്ച് സംസാരിക്കുവാനുള്ള സുവർണാവസരമാണ് റമദാൻ. ആ റമദാനിന്റെ രാത്രികൾ നിന്നും കിടന്നും ഇരുന്നും സട്ടാവായ പടച്ചതമ്പുരാന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുവാനുള്ള പുണ്യരാത്രികളുടെ മാസമാണ് റമദാൻ. അതോടൊപ്പം തന്നെ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അവന്റെ പുണ്യവും പ്രീതിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ സമയവും ചെലവഴിക്കാൻ വിധിക്കപ്പെട്ട് ഇഅ്തികാഫ് അനുഷ്ഠിക്കേണ്ടവരാണ് നമ്മൾ. അതുവഴി അള്ളാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങളെ മാനസികമായി ഹൃദയമായി കോർത്തിണക്കപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ പടച്ചതമ്പുരാൻ വാഗ്ദാനം ചെയ്യുന്നു. അത് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. ഓരോ കർമ്മത്തിനും അളവില്ലാതെ വാരിക്കോരി പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ് റമദാൻ. ഒരു സുന്നത്തായ കർമ്മത്തിന് ഫർളിന്റെ കൂലിയും ഒരു നിർബന്ധ കർമ്മത്തിന് 27 ഇരട്ടിയിലധികവും, അതിലുപരി പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ഇഖ്ലാസോടെ ഈമാനോടെ ഇത്തിബാ അനുസരിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിൽ എത്രയാണ് അതിന്റെ പുണ്യവും അതിന്റെ അളവും അതിന്റെ വ്യാപ്തിയും എന്ന് വിശദീകരിക്കുവാൻ കഴിയാത്തത്ര പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മാസമാണ് റമദാൻ. നോമ്പുകാരന്റെ വായയുടെ ഗന്ധമാകട്ടെ അള്ളാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധം വമിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സുഗന്ധപൂരിതമായ മാസമാണ് റമദാൻ. അതോടൊപ്പം തന്റെ അടിമകളുടെ ഈമാനും അവരുടെ ഇഖ്ലാസും അവരുടെ ആവേശവും കണ്ടുകൊണ്ട് സർവാധിനാഥനായ പടച്ചതമ്പുരാൻ അവന്റെ വിശുദ്ധരായ സൃഷ്ടികളായ മലക്കുകളുടെ അടുക്കൽ നമ്മളുടെ പേരെടുത്തുകൊണ്ട് സംസാരിക്കുന്ന മാസമാണ് റമദാൻ. അള്ളാഹു പറയും, സുബഹി നമസ്കാരത്തിൽ ജമാഅത്തിനെത്തിയ ആളുകൾ ആരൊക്കെയാണ്? മലക്കുകൾ പറയും, ഇന്ന ആളുകൾ നിന്നെ വാഴ്ത്താൻ, നിന്നെ സ്തുതിക്കാൻ, നിന്റെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിൽ അവർ സഫുകൾ ശരിയാക്കിക്കൊണ്ട് തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് നെഞ്ചത്ത് തക്ബീർ കെട്ടുന്നു. നാഥൻ പറയും, എന്റെ അടിമകൾ കണ്ടോ, എന്നെ വാഴ്ത്തുന്നവർ, എന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നവർ, എന്നെ പുകഴ്ത്തുന്നവർ, എന്നെ കുറിച്ചോർത്തുകൊണ്ട് ജീവിതം ചിലവഴിക്കുന്നവർ, എന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് സ്വലാത്തുൽ ഫജ്റിന്റെ ജമാഅത്തിനെത്തുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് നമ്മുടെ പേരെടുത്ത് പറയും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉബയ്യേ, നീ സൂറത്തുൽ ബയ്യിന ഓതണം. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ഞാൻ എന്തിനു ഓതണം? ഇല്ല, നീ ഓതണം, ഞാൻ ഓതാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിന്നോട് അല്ലാഹു ഓതാൻ പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ പ്രതികരിച്ചു, വസ്സമാനി, എന്റെ നാഥൻ, എന്റെ എല്ലാമെല്ലാമായ എന്റെ റബ്ബ്, കരുണാവാരിധിയായ എന്റെ റബ്ബ് എന്റെ പേര് പറഞ്ഞോ? ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ച നിന്റെ പേര് പറഞ്ഞു നിന്റെ നാഥൻ. നിറകണ്ണുകളോടെ പ്രതികരിച്ചുകൊണ്ട് ഓതുന്നു, ലം യകുനിൽ ലദീന കഫറു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആചാരങ്ങളും വിറയ്ക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിയുന്ന കാഴ്ച നമുക്ക് ഹദീസിന്റെ താളുകളിൽ കാണാം. അല്ലാഹ് പറഞ്ഞു, എന്നെ ഓർക്കുന്നവരെ ഞാൻ ഓർക്കും, എന്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ മാർഗം ഞാൻ വിശാലമാക്കി കൊടുക്കും. എന്നെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരു വഴിമാർഗം കാണിച്ചു കൊടുക്കും. എന്നിൽ ഭാരമേൽപ്പിക്കുന്നവർക്ക് നാം മാർഗം നൽകുമെന്ന് വിശുദ്ധ ഖുർആന്റെ പലയിടങ്ങളിലുള്ള സുന്ദരമായ പ്രഖ്യാപനങ്ങൾ. അതിൽ നിന്നും ആവേശം ഉൾക്കൊള്ളാൻ വിശ്വാസികളായി നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം നോമ്പുകാരന് വേണ്ടി റയ്യാൻ എന്ന കവാടം തുറക്കപ്പെടുന്ന മാസം ഇത്രയധികമാണ്. നിരവധി പുണ്യങ്ങളാൽ, നിരവധി നന്മകളാൽ, നിരവധി അനുഗ്രഹങ്ങളാൽ, നിരവധി ഔദാര്യങ്ങളാൽ, നിരവധി കരുണയാൽ, എല്ലാം കൊണ്ടും തികഞ്ഞ മാസമായി റമദാനിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. പോരെ, ഇതിനേക്കാൾ നല്ലൊരു മാസം, ഇതിനേക്കാൾ നല്ലൊരു അവസരം, ഇതിനേക്കാൾ നല്ല നിമിഷങ്ങൾ, ഇതിനേക്കാൾ നല്ല ദിവസങ്ങൾ ഉണ്ടോ? ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ആരുണ്ട് എന്നതാണ് പ്രസക്തമായ ചിന്ത. അവസരത്തെ അതാത് സമയത്ത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിജീവി. നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് പഠിക്കുന്ന, സമയക്രമീകരണത്തിന്റെ മർമ്മം ഉൾക്കൊള്ളുന്ന ആളുകൾ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. റമദാൻ എന്നത് ഒരു വർഷത്തിൽ ഒരേ ഒരു മാസം, ഒരൊറ്റ മാസം. റമദാനിന്റെ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടാൽ, റമദാനിന്റെ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ മരണം വരെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മഹാനഷ്ടമായി അവത് അവശേഷിക്കുമെന്ന് അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നഷ്ടബോധം ഉണ്ടാവാതെ സൂക്ഷിക്കണം.
കഴിഞ്ഞ റമദാൻ എത്രമാത്രം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഞാൻ എന്നോടും നാം ഓരോരുത്തരും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം. റമദാനിന്റെ രാത്രികളെ സജീവമാക്കാൻ നമുക്ക് കഴിഞ്ഞുവോ? റമദാനിന്റെ പുണ്യദിനങ്ങളെ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിലൂടെ സജീവമാക്കാൻ നമുക്ക് കഴിഞ്ഞുവോ? റമദാനിന്റെ പുണ്യരാവുകളിൽ ദിക്റുള്ളയിലൂടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് റബ്ബിന്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിഞ്ഞുവോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഉരുവിടുക വഴി സ്വർഗ്ഗത്തിലെ ഖജനാവുകളിൽ ഒന്ന് സ്വായത്തമാക്കാൻ നമുക്ക് കഴിഞ്ഞുവോ? ഇല്ല എങ്കിൽ ഇനി വരുന്ന റമദാനിനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. അവരാണ് ബുദ്ധിജീവികൾ, അവരാണ് വിവേകമതികൾ, അവരാണ് അവസരത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നവർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തവണയെ മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കും, രണ്ടാമത് തവണ അവനെ കടിക്കില്ല. പാഠം ഉൾക്കൊള്ളും, ഓരോന്നിൽ നിന്നും ഓരോ വിഷയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കഥാകഥനങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിലെല്ലാം നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് അടിവരയിട്ടു. വിശുദ്ധ ഖുർആന്റെ ഓരോ വചനങ്ങളിലും വിശുദ്ധ ഖുർആൻ ഓരോ ചരിത്ര സംബന്ധിയായ പരാമർശങ്ങൾ നടത്തുമ്പോഴും വിശുദ്ധ ഖുർആൻ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും മനുഷ്യ ദുഷണയോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം, നിങ്ങൾ അതിന്റെ മർമ്മം ഉൾക്കൊള്ളണം, തിരിച്ചു വരാനുള്ള മനസ്സിനുടമകളാകണം നിങ്ങൾ എന്നാണ് ഖുർആന്റെ താല്പര്യമെങ്കിൽ മടങ്ങുന്ന മനസ്സുകളാകാൻ, സമാധാനമടഞ്ഞ മനസ്സിനുടമകളാകാൻ, തെറ്റുകൾ തിരുത്തുന്ന മനസ്സിനുടമകളാകാൻ, കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന മനസ്സിനുടമകളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം മനസ്സുകളാണ് പടച്ചതമ്പുരാൻ തഖ്വയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മനസ്സുകൾ. പടച്ചതമ്പുരാൻ തന്നെ സൂറത്തുൽ ഹുജറാത്തിലൂടെ അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. പടച്ചതമ്പുരാൻ അത്തരം ഹൃദയങ്ങളെ പരീക്ഷിക്കുന്നു തഖ്വയ്ക്ക് വേണ്ടി. അത്തരം ആളുകൾക്ക് ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. അത്തരം ആളുകൾക്ക് മഗ്ഫിറത്തുണ്ട്, പാപമോചനമുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട് എന്നുള്ള സുവിശേഷ വാർത്തയും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. അതുകൊണ്ട് റമളാൻ സമാഗതമായിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവനേക്കാൾ ദൗർഭാഗ്യവാനായിക്കൊണ്ട്, അവനേക്കാൾ നഷ്ടക്കാരായിക്കൊണ്ട് ആരുണ്ട് എന്നാണ് പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള റമളാനിനെ വാരിപ്പുണരാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ മാനസികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും ആ റമളാനിനെ സ്വീകരിക്കാൻ നമ്മൾ സജ്ജരാവണം. റമളാനിന്റെ മുമ്പ് നമ്മുടെ നാടുകളിൽ വീടും അതേപോലെ തന്നെ പായും എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കും. വീടിലുള്ള മാറാലകൾ നമ്മൾ തട്ടി നിൽക്കും. അതിനു മുമ്പ് നമ്മുടെ മനസ്സിലെ അഴുക്കുകളെ, നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കറകളെ, നമ്മുടെ മനസ്സിന്റെ പല കോണുകളിലും അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളെ തട്ടിമാറ്റാൻ, കഴുകിക്കളയാൻ, വിശുദ്ധ മനസ്സിനുടമകളായിക്കൊണ്ട് ആ പുണ്യപൂക്കാലത്തെ വരവേൽക്കാൻ, അതിനെ മനസ്സുകൊണ്ട് വാരിപ്പുണരാൻ, രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ക്ഷണിക്കുന്നതും ഇസ്ലാം മനുഷ്യനെ നയിക്കുന്നതും ജീവസുറ്റ ആത്മീയമായ ചൈതന്യത്തിലേക്ക്. തിന്മകൾ കൊണ്ടും വിശ്വാസ ദൗർബല്യങ്ങൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും അതേപോലെ സകലവിധ മ്ലേച്ഛ സ്വഭാവങ്ങൾ കൊണ്ടും നിഷിദ്ധ കർമ്മങ്ങൾ കൊണ്ടും മലിനമാക്കപ്പെട്ട മനുഷ്യ മനസ്സുകളെ എല്ലാ അർത്ഥത്തിലും വിമലീകരിക്കാനും വിശുദ്ധീകരിക്കുവാനും ആത്മചൈതന്യത്തിലേക്കും ജീവനുള്ള ജീവസുറ്റ ഒരു തലമുറയുണ്ടാക്കാനാണ് ഖുർആന്റെ ആഹ്വാനം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യിക്കും. നിങ്ങളെ ജീവൻ നൽകുന്നതിലേക്ക്, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ് അല്ലാഹുവും അവന്റെ പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങളെ നിർജീവമായി കിടക്കുന്നൊരവസ്ഥയിലേക്കല്ല, ജീവച്ചവങ്ങളാക്കി തീർക്കാനുള്ള രീതിയിലേക്കല്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ ക്ഷണം. മറിച്ച് ആത്മീയമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന, ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിലും ആർക്കു മുന്നിലും തലയുയർത്തി നിൽക്കാൻ നട്ടലും അന്തസ്സും ഇസ്സത്തും അഭിമാനബോധവുമുള്ള, വൈയക്തിക തലം മുതൽ സാമൂഹ്യ തലം വരെ വിമലീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കും ജീവസുറ്റ ചൈതന്യത്തിനുടമകളാക്കി നിങ്ങളെ വളർത്താനാണ്, നിങ്ങളെ ഉയർത്താനാണ്, നിങ്ങളെ നയിക്കാനാണ് അല്ലാഹുവിന്റെ ക്ഷണം. അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ഈ ക്ഷണത്തിന് ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ, നിങ്ങൾ ആ ക്ഷണത്തിന് ഉത്തരം നൽകണമെന്നല്ല പറഞ്ഞു. വഅലമു അന്ന അല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ അറിയണം, അല്ലാഹു മനുഷ്യനും അവന്റെ മനസ്സിനും ഇടയിൽ അല്ലാഹു മറയിടുന്നതാണ് എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. പടച്ചതമ്പുരാനെങ്ങാനും നമ്മുടെ മനസ്സുകളിൽ മറയിട്ടാൽ,
നമ്മുടെ മനസ്സുകളിൽ പടച്ചതമ്പുരാൻ മുദ്ര ചാർത്തിയാൽ ഒരിക്കലും ആ മനസ്സുകൾ തുറക്കപ്പെടില്ല. നീരുറവ പൊട്ടാത്ത കടുത്ത പാറ കഷ്ണങ്ങളായി മാറും നമ്മുടെ ഹൃദയങ്ങൾ. കാരിരുമ്പിനേക്കാൾ കടുത്തുപോയ മനസ്സിനുടമകളായി തീരും നമ്മൾ. അത്തരം മനസ്സിനുടമകളുടെ സങ്കേതം നരകം സുനിശ്ചിതമാണെന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുമ്പോൾ തിരിച്ചറിവുണ്ടാവാൻ, നീരുറവ പൊട്ടുന്ന മനസ്സിനുടമകളാകാൻ, കരുണയുള്ള മനസ്സിനുടമകളാകാൻ, അള്ളാഹുവിന്റെ ഔദാര്യത്തോടെ രചനാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന മനസ്സിനുടമകളാകാൻ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണിനുടമകളാകാൻ, പടച്ചതമ്പുരാന്റെ ശിക്ഷയെ കുറിച്ച് വിതുമ്പുന്ന ഹൃദയത്തിനുടമകളാകാൻ, അള്ളാഹുവിന്റെ നരക ശിക്ഷയെ കുറിച്ച് ഓർത്തുകൊണ്ട് രാത്രിയുടെ സമയങ്ങളിൽ അല്പമെങ്കിലും ചെലവഴിക്കുന്ന മനസ്സിനുടമകളാകാൻ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ടെങ്കിലും ദിക്റുള്ളയിലൂടെ റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തേങ്ങിക്കരയുന്ന മനസ്സിനുടമകളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം ആളുകൾക്കാണ് പടച്ചതമ്പുരാൻ നൽകുന്നത് സ്വർഗം. അത്തരം ആളുകൾക്കാണ് പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അവർക്ക് സ്ഥാനവും മാനവും നൽകി പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സംഗമ കേന്ദ്രമായ സ്വർഗത്തിൽ അവർക്ക് അംഗമാകാൻ കഴിയുന്നത്. അതുകൊണ്ട് മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. നമ്മുടെ മുൻഗാമികളിൽ നമ്മൾ പഠിക്കണം ദീനിനെ. നമ്മുടെ മുൻഗാമികൾ എങ്ങനെ അതിനെ മനസ്സിലാക്കി ആ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു പറഞ്ഞു, നിങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവനിലേക്ക് തന്നെ. അള്ളാഹുവിന്റെ വിളിക്ക്, അള്ളാഹു ജീവ ചൈതന്യം നൽകുന്ന, ആത്മീയ ചൈതന്യം നൽകുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് റബ്ബ് ക്ഷണിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുകയും ഉത്തരം നൽകാത്ത ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൽ വളരെ കൃത്യമായി അള്ളാഹു പറയുന്നു, ലില്ലദീന ഇസ്തജാബു ലിറബ്ബിഹിമുൽ ഹുസ്ന. അള്ളാഹുവിന്റെ വിളിക്ക്, അള്ളാഹു ജീവനുള്ളതിലേക്ക് വിളിക്കുമ്പോൾ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറുണ്ടോ എന്ന് റബ്ബ് വിളിക്കുമ്പോ ഞാനുണ്ട് എന്ന് ഉത്തരം പറയുന്ന ആളുകൾക്കുണ്ട് ഏറ്റവും ഉത്തമമായ പ്രതിഫലം. والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به. അള്ളാഹുവിന്റെ ഈ വിളിക്കുത്തരം നൽകാതെ നിർജീവമായ അവസ്ഥയിലേക്ക് മനസ്സ് തളർന്ന് മ്ലേച്ഛമായ സ്വഭാവ ഗുണങ്ങളിലൂടെ, മോശപ്പെട്ട കർമ്മങ്ങളിലൂടെ, വിശ്വാസ രംഗത്തെ അധപ്പതനത്തിലൂടെ, സദാചാര ധാർമ്മിക രംഗത്തെ പൈശാചികമായ ചിന്തകളിലൂടെ തകർന്ന് തരിപ്പണമാകുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സർവവും സമ്പത്തായി അവരുടെ കരങ്ങളിൽ ഭദ്രമായിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മുഴുവൻ അവർ നൽകുമായിരുന്നു. ഭൂമിയിലുള്ളത് മുഴുവനും അവർക്ക് കീഴിലുണ്ടെങ്കിൽ പോലും അത് നൽകും. അതിനു പുറമെ മറ്റൊരു ഭൂമിയും സൗകര്യങ്ങളും സകലവിധ സൗകര്യങ്ങളും ഉണ്ടായാൽ പോലും പടച്ചതമ്പുരാന്റെ ശാപതാപ കോപങ്ങളിൽ രക്ഷപ്പെടാൻ എന്തും പകരമായി നൽകാൻ അവർ കഴിയുമായിരുന്നു, അവർ തയ്യാറാകുമായിരുന്നു എന്ന് റബ്ബ് വിശദീകരിക്കുന്നു. ഉലൈക ലഹും സൂഉൽ ഹിസാബ്, അവർക്കാണ് കടുത്ത വിചാരണയുള്ളത്. വമഅവാഹും ജഹന്നം വബിഅസൽ മിഹാദ്, അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കേതം നരകമാണ്, ഏറ്റവും മോശമായ വാസസ്ഥലമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. തന്റെ ഭാര്യയുമായി മധുര രാത്രികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ത്വൽഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിയാളം കേൾക്കുന്നു യുദ്ധത്തിനു വേണ്ടി. എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ പിടിച്ചു നിർത്താനാവുന്ന സാഹചര്യത്തിൽ പോലും പടച്ചതമ്പുരാൻ ജീവനുള്ളതിലേക്ക് വിളിക്കുമ്പോ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധത്തിന് സജ്ജരാകാനെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന കേൾക്കേണ്ട താമസം ആ കിടപ്പറയിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരം ധീരം പോരാടാനും ഒടുവിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടഞ്ഞു മരിക്കുവാനുള്ള സന്നദ്ധതയും മനസ്സും ത്വൽഹാ റളിയല്ലാഹു നേടിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെയാണ് പടച്ചതമ്പുരാന്റെ ചോദ്യത്തിന്, അള്ളാഹുവിന്റെ ക്ഷണത്തിന് ഉത്തരം നൽകാനുള്ള മനസ്സ്. തന്റെ മാതാവ്, താൻ വളരെയധികം സ്നേഹിക്കുന്ന മാതാവ്, തന്നെ 10 മാസം നൊന്തു പ്രസവിച്ച മാതാവ്, തനിക്ക് മാസങ്ങളോളം അമ്മിഞ്ഞപ്പാൽ തന്ന് തന്നെ ഘട്ടം ഘട്ടമായി വളർത്തിയെടുത്ത മാതാവ്, തന്റെ സുഖദുഃഖങ്ങളിൽ താനുമായി പങ്കുചേർന്ന മാതാവ്, ആ മാതാവ് പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. താനാകട്ടെ മുസ്ലിമായിട്ടുണ്ട്. താനും തന്നെ ഇസ്ലാമിന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കാതെ ചുട്ടുപൊള്ളുന്ന വയറിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ രാത്രിയുടെ കൊടും തണുപ്പുകളിൽ ചെലവഴിക്കാനും പകലിന്റെ കൊടും ചൂടിന്റെ താപം അനുഭവിക്കാനും താൻ തയ്യാറാണ്. ഒരിക്കലും നീ മടങ്ങി വരാതെ ഞാൻ മടങ്ങി വരില്ല, ഞാനിതൊന്ന് വിരമിക്കില്ല എന്ന് ഉഗ്ര പ്രതിജ്ഞയെടുത്ത തന്റെ മാതാവിന്റെ മുന്നിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു. പക്ഷേ വിശുദ്ധ ഖുർആന്റെ വചനം ഇറങ്ങുന്ന സൂറത്ത് ലുഖ്മാനിൽ
അള്ളാഹുവും അവന്റെ പ്രവാചകനും കൽപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നിൽക്കണം. മതത്തിനെതിരായി കൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചില ആശയങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ, നിർബന്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെ അനുസരിച്ചു പോകരുത് എന്നുള്ള ഖുർആന്റെ വചനത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ അള്ളാഹു ജീവനുള്ളതിലേക്ക് ക്ഷണിച്ചപ്പോ ശുദ്ധ തൗഹീദിന്റെ ആശയത്തിലേക്ക് ക്ഷണിക്കുമ്പോ തന്റെ മാതാവ് ശിർക്കൻ ചിന്തകളിൽ അടിയുറച്ചു നിൽക്കുകയും ആ മ്ലേച്ഛവും മോശവുമായ ചെയ്തിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കുന്നു ഉമ്മാന്റെ മുന്നിൽ, ഉമ്മ 100 ആത്മാവുകൾ നിങ്ങൾക്കുണ്ടായിരുന്നാലും ഓരോ ആത്മാവും എന്റെ മുന്നിൽ കിടന്നു പടഞ്ഞു മരിച്ചാലും ഇല്ല, എന്റെ റബ്ബ് വിളിക്കുന്ന ഈ ക്ഷണത്തിൽ നിന്ന്, എന്റെ പ്രവാചകൻ ക്ഷണിക്കുന്ന ഈ ആത്മീയമായ ചൈതന്യത്തിൽ നിന്ന് ഒരു പാദം പോലും പിന്നോട്ട് വെക്കാൻ ഈ സഅദ് തയ്യാറല്ല. ഉമ്മയെ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്, പക്ഷേ മാനുഷികമായ എല്ലാ പരിഗണനയും ഒരു മകൻ എന്ന നിലയിൽ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ നിർവഹിക്കാം. പക്ഷേ എന്റെ റബ്ബിനെ തള്ളിക്കൊണ്ട് എന്റെ പ്രവാചകനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഞാനില്ല എന്ന് പ്രതികരിക്കുവാനുള്ള മനസ്സും ഈമാനികമായ ചൈതന്യവും സഅദ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തുവെങ്കിൽ ആ ചൈതന്യത്തിലേക്ക് അല്ലാഹു ക്ഷണിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ പ്രയാസങ്ങൾ അനുഭവിച്ച സഹാബത്ത് തങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന് വേണ്ടി അടിയും ഇടിയും തൊഴിയും മർദ്ദനങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സഹാബത്ത്, തന്റെ അനുയായികൾ തന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കേണ്ട ഒരവസ്ഥ പോലും കണ്ടിട്ട് പ്രതികരിക്കാൻ കഴിയാതെ നിറകണ്ണുകളോടെ പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്ക്, സ്വർഗം കൊടുക്ക് എന്ന് പറഞ്ഞ് നമ്രശരസ്കനായി നബിക്ക് മാറിപ്പോകേണ്ട സാഹചര്യമുണ്ടായ കാലഘട്ടത്തിൽ പോലും ഒടുവിൽ തങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മക്കയിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ ഒരു ചെരുപ്പ് പോലും ധരിക്കാതെ ഉണക്ക കാരക്കയും ഒരൽപ്പം തോൽസഞ്ചിയിൽ കുറച്ച് വെള്ളവുമായി കൊണ്ട് നാടുവിടുന്ന ആദർശത്തിന് വേണ്ടി തന്റെ ഉറ്റവരെയും ഉടയവരെയും താനുണ്ടാക്കിയ സമ്പത്തും സർവവും മക്കയിൽ മാറ്റിവെച്ചുകൊണ്ട് മദീന ലക്ഷ്യമിട്ടു പോകുന്ന സഹാബത്ത് അല്ലാഹു ക്ഷണിച്ചു നവജീവനിലേക്ക്, അല്ലാഹു ക്ഷണിച്ചു ആത്മ ചൈതന്യത്തിലേക്ക്, അല്ലാഹു ക്ഷണിച്ചു സ്വർഗത്തിന്റെ സുന്ദരമായ കവാടങ്ങളിലേക്ക്. ഉത്തരം നൽകി സഹാബത്ത് സർവവും ത്യജിച്ചുകൊണ്ട്, ബൈറുഹ തോട്ടം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായ വ്യക്തിത്വങ്ങൾ. എന്തിനേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ ജീവിക്കുന്ന സമയത്ത് പ്രവാചക അധ്യാപനങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. തിരിച്ച് ഹിജ്റ പോണ സമയത്ത് തടഞ്ഞു മുശ്രിക്കുകൾ താൻ ഇവിടെ നിന്നാണ് സമ്പത്തുണ്ടാക്കിയ സർവവും ഇവിടെ ചെലവഴിച്ചിട്ട് പോണം. ഒരു സഹാബി വരിൽ പ്രതികരിച്ചത്, സർവവും നിങ്ങളെടുത്തോ, ഞാൻ ഉണ്ടാക്കിയതെല്ലാം നിങ്ങളെടുത്തോ, എനിക്കെന്റെ റബ്ബും എനിക്കെന്റെ പ്രവാചകനും മതിയെന്ന് പ്രതികരിച്ചു. എന്തേ? അല്ലാഹു നവജീവനിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണത്തിന് ഉത്തരം നൽകി. മദീനയിലെത്തുമ്പോ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും നാളുകൾ. ശഅബ് അബീ താലിബിൽ 3 കൊല്ലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പച്ചയിൽ നിന്ന് ജീവിച്ചു. അവരുടെ ഉച്ചിഷ്ടം പോലും ആട് ഉച്ചിഷ്ടിക്കുന്നത് പോലെയായിരുന്നു, അത്രമാത്രം പ്രയാസം. വയറ്റിൽ കല്ലുകെട്ടി ജീവിച്ചു. എന്തിനേറെ കാലിൽ തടഞ്ഞ മരത്തിന്റെ വേരുകളെയും അതുപോലെ തന്നെ രാത്രി ഇരുട്ടിയിൽ എന്താണെന്നറിയാതെ കാലിൽ തട്ടിയതെല്ലാം കടിച്ചു തിന്നു ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി. ആ ഒരു സമൂഹം മദീനയിലെത്തി. അവിടെ കൂട്ടുകാരെ ഉണ്ടാക്കി കൊടുത്തു പ്രവാചകൻ, അൻസാരി താങ്കൾ കടന്നു വരണം, ഈ മുഹാജിറിനെ സ്വീകരിക്കണം. ഇന്നു മുതൽ അദ്ദേഹം മതത്തിൽ തങ്ങളുടെ സഹോദരനാണ്. തന്റെ സമ്പത്ത് കൊടുക്കാൻ തയ്യാറാകുന്നു, തന്റെ വീട് കൊടുക്കാൻ തയ്യാറാകുന്നു, എന്തും തന്റെ കൂട്ടുകാരന് വേണ്ടി കൊടുക്കാനുള്ള വിശാല മനസ്സിനുടമകളായി അൻസാരികൾ. എന്തേ? അല്ലാഹു ക്ഷണിച്ചത് നവജീവനിലേക്കാണ്, അല്ലാഹു ക്ഷണിച്ചത് ആത്മീയ ചൈതന്യത്തിലേക്കാണ്. അതിനുത്തരം നൽകാൻ അൻസാരികളും അതിനുത്തരം നൽകാൻ മുഹാജിറുകളും ഒരേ സമയം തയ്യാറായപ്പോ ആ ഒരു സമൂഹത്തെ റബ്ബ് വാഴ്ത്തി റളിയല്ലാഹു അൻഹും വറളുവാൻ അല്ലാഹു തൃപ്തിപ്പെട്ടു. നിങ്ങളെ കുൻതും ഖൈറു ഉമ്മ, ലോകം കണ്ട ഉത്തമ തലമുറയുടെ വക്താക്കളായി വളരാനും ഉയരാനും അള്ളാഹുവിന്റെ പ്രീതി നേടാനും ആ ഉത്തമ സമൂഹ സൃഷ്ടിക്ക് കഴിഞ്ഞു. എന്നിട്ട് ജീവിതത്തിന്റെ ഇന്നലകളിലുള്ള പട്ടിണികളും പരിവർത്തനങ്ങളും ഒരൽപ്പം മാറിക്കൊണ്ട് ഒരൽപ്പം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കാലെടുത്തു വെക്കുന്നതേയുള്ളൂ. കൃഷി ചെയ്തും കച്ചവടം ചെയ്തും പഴയ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് മാറി ഒരു ചെറിയൊരു പുരോഗമനത്തിന്റെ കേവലം 1% കാലെടുത്ത് വെക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഇന്നലെ വരെ നിങ്ങൾ പട്ടിണി കിടന്നു, എന്നാൽ ഇതാ അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടക്കാൻ നിങ്ങളോട് പറയുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കരുത്, ഒരു ഗോതമ്പിന് മണി വായിലിടരുത്, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് നിങ്ങൾ വായിലിടരുത്. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ നന്നാക്കാൻ, നിങ്ങളുടെ മനസ്സിനെ വിപുലീകരിക്കാൻ, സ്വർഗത്തിനുടമകളാകുന്ന മുത്തക്കികളാക്കി നിങ്ങളെ വാർത്തെടുക്കാൻ നിങ്ങളുടെ റബ്ബിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം, നോമ്പെടുക്കണം. നിങ്ങളെ മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, അല്ലാഹ് ഇഷ്ടപ്പെട്ട സമൂഹത്തോടെല്ലാം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്കും ഇത്തരത്തിലുള്ള വിധിവിലക്കുകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല.
എന്നിട്ട് അല്ലാഹു പറയുന്നു വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ നിങ്ങളുടെ കരുണയുള്ള സ്നേഹമുള്ള ഔദാര്യമുള്ള നിങ്ങൾക്ക് ഓരോ നിമിഷവും അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബിന് ഇഷ്ടമല്ല. യുരീദുല്ലാഹു യുരീദു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു മതത്തിൽ എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ നിങ്ങളുടെ നാഥന് ഇഷ്ടമല്ല. മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജിൻ വലാകിൻ യുരീദു ലിയുതഹിറകും വലിയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലകും തശ്കുറൂൻ. മതനിയമങ്ങളും കൽപ്പനകളും മുന്നോട്ട് വെക്കുക വഴി നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കാൻ റബ്ബിന് ഇഷ്ടമല്ല. മറിച്ച് വലാകി യുരീദു ലിയുതഹിറകും, നിങ്ങളെ വിമലീകരിക്കാൻ, നിങ്ങളെ പരിശുദ്ധരാക്കാൻ, നിങ്ങളുടെ മനസ്സും ശരീരവും ചിന്തയും വിമലീകൃതമാക്കാൻ വേണ്ടി അല്ലാഹു ആഗ്രഹിക്കുന്നു. വലിയുതിമ്മ നിഅമതഹു, എന്റെ അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരാൻ, എന്റെ അനുഗ്രഹങ്ങളുടെ ഖജനാവുകളിൽ എന്തെല്ലാം ഉണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി തരാൻ, പൂർണ്ണമാക്കി തരാൻ ഈ റബ്ബിന് ആഗ്രഹമുണ്ട്. ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കില്ലേ? നിങ്ങൾ നന്ദിയുള്ളവരായി തീരില്ലേ? നിങ്ങൾ നന്ദിയുള്ളവരായി തീരണം. അഫലാ തശ്കുറൂൻ. പലയിടങ്ങളിൽ അല്ലാഹു ചോദിച്ചു, എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? എന്തേ നിങ്ങളുടെ നാഥന്റെ മുന്നിൽ നിങ്ങൾ രചനാത്മകമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തത്? അതുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തണം. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് വളരെ രീതിയിൽ സൃഷ്ടിപരമായി പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് അല്ലാഹു പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ. പലതവണ കേട്ടു പരിചയപ്പെട്ട വിശുദ്ധ ഖുർആന്റെ വചനം തഖ്വ. അല്ലാഹു അരുത് എന്ന് പറഞ്ഞതിൽ നിന്നും മാറി നിൽക്കൽ, അല്ലാഹു ചെയ്യണമെന്ന കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ സജീവമായി ചെയ്യുക, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യുക, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതിൽ നിന്ന് മാറി നിൽക്കുക. പ്രവാചകന്റെ മാതൃകയുള്ള കാര്യത്തിൽ അതേപോലെ മാതൃക ഉൾക്കൊള്ളുക, പ്രവാചകന്റെ മാതൃകയില്ലാത്ത കാര്യത്തിൽ മതത്തിന്റെ പരിവേഷം നൽകി അതിന്റെ പിന്നിൽ ജീവിതത്തെ നശിപ്പിക്കാൻ പാടില്ല. തഖ്വ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു വലാഖിബത്തുൽ മുത്തഖീൻ. ഇങ്ങനെ ജീവിതത്തെ സൂക്ഷിക്കുന്ന വിമലീകരിക്കുന്ന വിമലീകൃതമായ സമൂഹത്തിനാണ് പടച്ചതമ്പുരാൻ സ്വർഗം കൊടുക്കുക. അവർക്കാണ് ശുഭപര്യവസാനമുള്ളത്. ഇന്നൽ മുത്തഖീന മഫാസ. ആത്യന്തികമായ ആത്മീയമായ വിജയം നേടിയെടുക്കുന്നവർ, ഇഹത്തിലും പരത്തിലും എല്ലാ തരത്തിലുള്ള സമ്പൂർണ്ണ വിജയത്തിനുടമകൾ ഈ തഖ്വ നേടിയെടുത്ത വിമലീകൃത സമൂഹത്തിന് മാത്രമായിരിക്കും. അത്തരം ആളുകൾക്കാണ് പടച്ചതമ്പുരാന്റെ മഗ്ഫിറത്ത് ഉണ്ടാകുക, മഹത്തായ പ്രതിഫലം ഉണ്ടാകുക എന്നും ഖുർആൻ സുവിശേഷ വാർത്ത അറിയിച്ചു. എല്ലാ ആരാധനാ കർമ്മങ്ങളിലും മനുഷ്യന് പടച്ചതമ്പുരാൻ പ്രയാസമുണ്ടാക്കാതെ എളുപ്പമുണ്ടാക്കുന്നു. ഇനി ആകട്ടെ അതിൽ ഇളവുകൾ പോലും. രോഗമാണ്, യാത്രക്കാരനാണ്, റബ്ബ് ഇളവ് തന്നു നോമ്പിൽ. പക്ഷെ ഒന്നുണ്ട്, ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ഇന്ന് നിങ്ങൾക്ക് റമളാനിൽ ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, കഴിഞ്ഞ റമളാനിൽ നമുക്ക് അതിന്റെ ഓരോ ദിവസത്തോടും ഓരോ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ എഴുന്നേറ്റു. ഇനിയുള്ള റമളാനിൽ നമ്മൾ ജീവനോടെ ഇരിക്കുമോ അറിയില്ല. അതുകൊണ്ട് റമളാനിൽ നിങ്ങൾ മജ്ജയും മാംസവുമുള്ള ആത്മാവുള്ള മനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ എടുക്കണം നോമ്പ്. ആ പുണ്യം നിങ്ങൾ നേടണം. അതോടൊപ്പം ഖുർആൻ പറഞ്ഞു ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ആര് സ്വന്തത്തിന് വേണ്ടി എത്ര നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ നന്മ അവന് തന്നെയാണ്. വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. റമളാനിന്റെ പുണ്യവും പവിത്രതയും മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ആത്മാവും അതിന്റെ ആത്മീയ ചൈതന്യവും ഉൾക്കൊള്ളുന്നവരാണ് നിങ്ങളെങ്കിൽ വഅൻ തസൂമു ഖൈറുൽ ലക്കും. ആ റമളാൻ വ്രതമനുഷ്ഠിക്കലാണ് എന്റെ ഇഷ്ടദാസന്മാരെ നിങ്ങൾക്കുത്തമം. റബ്ബിന്റെ സ്നേഹമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. റബ്ബിന് നമ്മളോടുള്ള വിശാലമായ കാരുണ്യത്തിന്റെ പ്രകടനമാണ് വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ക്ഷണത്തിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോടെ, ഇഖ്ലാസോടെ, ഇഹ്തിസാബോടുകൂടെ, എല്ലാ അർത്ഥത്തിലും ഈമാനികമായ ദാർഢ്യതയോടെ, പ്രതിഫലേച്ഛയോടുകൂടെ, കറകളഞ്ഞ മനസ്സിനുടമകളായിക്കൊണ്ട് റമളാനിന്റെ വ്രതമനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, നിങ്ങൾ ചെയ്ത പാപങ്ങൾ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. ഒരു ആദമിന്റെ മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൽക്കർമ്മങ്ങൾ ലഭിക്കുന്ന പുണ്യം, ഒരു ചെറിയൊരു സൽക്കർമ്മം ചെയ്താൽ പടച്ചതമ്പുരാൻ അതിന് 10 ഇരട്ടിയാക്കി കൊടുക്കും. ചിലപ്പോൾ അത് 700 ഇരട്ടിയാവും, ചിലപ്പോൾ 1000-ഓ 10,000-ഓ ലക്ഷോപലക്ഷം ഇരട്ടികളായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ നാഥന് കഴിയും. ഒരാളെ നോക്കി ഒന്ന് ചിരിച്ചാൽ, ഒരാളുടെ അടുത്ത് കൈ കൊടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, വിശന്ന് ദാഹിച്ച് വലയുന്ന ഒരു നായയ്ക്ക് ഒരൽപ്പം വെള്ളം കൊടുത്താൽ,
എന്തിനേറെ പ്രയാസപ്പെട്ടു വരുന്ന ഒരു അന്ധൻ റോഡ് മുറിച്ച് കടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോ അദ്ദേഹത്തിന്റെ കരം പിടിച്ച് ഒരു 2 പാദം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തെ സഹായിച്ചാൽ, എന്തിനേറെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്റെ ആദർശ ബന്ധുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ, ആദർശ പ്രബോധക കൂട്ടായ്മയുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയെ കുറിച്ച് റബ്ബിനോടൊന്ന് പറഞ്ഞാൽ, റബ്ബിന്റെ കോടതിയിൽ അവന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴ്ത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതിനുള്ള പുണ്യം എണ്ണിയാൽ ഒടുങ്ങാത്തത്. അതേസമയം റമളാൻ എത്രയെത്രയോ സൽക്കർമ്മങ്ങൾക്ക് പുണ്യങ്ങൾ ഇരട്ടിക്കിരട്ടി കൊടുക്കാൻ എനിക്ക് കഴിയും. എല്ലാ അർത്ഥത്തിലും അവന്റെ പുണ്യങ്ങളെ ഞാൻ വളർത്തിക്കൊണ്ടുവരും സൂക്ഷ്മതയോടെ. എന്നാൽ റമളാനിൽ അവൻ നോമ്പെടുത്താൽ അതിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാൻ. അതെനിക്ക് എനിക്ക് എനിക്ക് എന്റെ അടിമ എന്റെ കൽപ്പന കേട്ടുകൊണ്ട് നവജീവനിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പോ എനിക്ക് ഉത്തരം നൽകിയതാണ് എന്റെ അടിമ. അതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കും അവൻ അതിനുള്ള പുണ്യം. എത്രയെന്ന് അറിയില്ല അതിന്റെ പുണ്യം. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് റമളാനിന്റെ പുണ്യം മനസ്സിലാക്കാൻ പറ്റും. ഇരട്ട ഹദീസ് മാത്രം മതി ചിന്തിക്കുന്നവർക്കും വിവേകമതികൾക്കും. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ആരെങ്കിലും വ്രതമനുഷ്ഠിക്കുന്നുവെങ്കിൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ വജഹു അനിന്നാരി 70 ഹരീഫ, ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് പടച്ചതമ്പുരാൻ 70 വർഷത്തെ യാത്രാ ദൂരത്തേക്ക് അവനെ മാറ്റി നിർത്തുമെന്ന്. നരകത്തിൽ നിന്ന് അതിവേഗതയിൽ 70 കൊല്ലം അതിവേഗതയിൽ യാത്ര ചെയ്താൽ എത്രമാത്രം അകലെ പോവാൻ കഴിയുമോ അത്രമാത്രം അകലെ മാറ്റി നിർത്തും. നരകത്തിന്റെ ചൂടിന്റെ പ്രയാസം പോലും അനുഭവിക്കാതെ, നരകത്തിന്റെ യാതനയും വേദനയും അറിയാത്തൊരവസ്ഥയിലേക്ക് അവന്റെ അടിമയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകി അവൻ മാറ്റി നിർത്തുമെന്ന്. പോരെ, ജ്വലിക്കുന്ന സൂര്യനെ കുറിച്ച് അറിയാം നമുക്ക്. ഓരോ സെക്കൻഡിൽ ലക്ഷോപലക്ഷം ഹൈഡ്രജൻ ബോംബുകളുടെ മഹാസ്ഫോടനമാണ് നടക്കുന്നത്. അവിടെ ഏതാനും സെക്കൻഡുകളിൽ നടക്കുന്ന ഊർജോൽപാദനം മാത്രം മതി ഭൂമിയിലെ എത്രയോ വർഷങ്ങൾക്ക് ഭൂമിയിലുള്ള സകല സംരംഭങ്ങൾക്കുമുള്ള ഊർജം സ്വീകരിക്കാൻ. അത്രമാത്രം. ഒരിക്കലും നമുക്ക് സൂര്യനിലെത്താൻ കഴിയില്ല. ശാസ്ത്രം എത്ര കണ്ട് വളർന്നാലും പുരോഗമിച്ചാലും സൂര്യന്റെ 7 അകലത്ത് പോലും എത്തുന്നതിന് മുമ്പേ കരിഞ്ഞൊരു പിടി ഭസ്മം പോലും അവിടെ എത്തില്ല. അതാണ് സൂര്യൻ. പിന്നെ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ യാതനയും വേദനയും നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കല്ല് മുകളിൽ നിട്ടാൽ 70 വർഷമെടുക്കും ഒരു കല്ല് നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ. ആ നരകത്തെ കൊണ്ടുവരും. നരകത്തെ കൊണ്ടുവരുന്ന ദിവസം മലക്കുകൾ നരകത്തിലെ ഓരോ കണ്ണികൾ, 70,000 കൊളുത്തുകൾ, ഓരോ കൊളുത്തുകളിലും ഓരോ ചങ്ങല, ഒരു ചങ്ങലയിൽ വെച്ച് 70,000 മലക്കുകൾ. 70,000 × 70,000 എത്ര മലക്കുകളുണ്ട് കൂട്ടി നോക്കുക നമ്മൾ. അത്രമാത്രം മലക്കുകളാണ് നരകത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. ഒരു മനുഷ്യന് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതുണ്ട്, 10 ആളുകൾ കൂടി ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതിനേക്കാൾ എത്രയോ ഉപരി ശക്തിയും പ്രതാപവും ഉള്ളവരാണ് മലക്കുകൾ, അല്ലെ? ശക്തിഭദ്രതയുള്ള ആളുകൾ. അവർ ഒരാളല്ല, ഒരു ചങ്ങലയിൽ 70,000 ആളുകൾ, 70,000 ചമ്മലകളിൽ 70,000 വെച്ച് പറയുമ്പോൾ എത്രമാത്രം മലക്കുകൾ. അതിന്റെ യാതന. നരകം ഗർജിച്ചു കൊണ്ടിരിക്കുമെന്ന്. എവിടെ എന്റെ വിറകുകൾ? എനിക്ക് വാഗ്ദാനം നൽകപ്പെട്ട മനസ്സിനുടമകൾ എവിടെ? കടുത്ത മുദ്ര നൽകപ്പെട്ട, അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താത്ത, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പാഠം ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നിഷേധാത്മകമായി നിലപാട് സ്വീകരിക്കുന്ന, കരുണ നൽകിയ പടച്ചതമ്പുരാന്റെ കരുണയെ ചോദ്യം ചെയ്യുന്ന, റബ്ബിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാതെ അവന്റെ അസ്തിത്വത്തിനെതിരെ വെല്ലുവിളികൾ നടത്തുന്ന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച് ജീവിതത്തിന്റെ സകല മേഖലകളും മ്ലേച്ഛതയിലേക്ക്, പൈശാചികതയിലേക്ക് നശിച്ചുപോയ തലമുറ എവിടെ? സമൂഹം എവിടെ? വിറക് തരൂ എനിക്ക് എന്ന് പ്രതികരിക്കുന്ന അവസ്ഥ. അതിൽ നമ്മൾ അംഗമാകരുത്. നരകം നമുക്ക് വേണ്ട. നരകത്തിന്റെ 7 അകലത്ത് പോലും അടുക്കണമെന്നുള്ള മനസ്സുപോലും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറഞ്ഞു, എന്റെ മാർഗത്തിൽ നിങ്ങൾ നോമ്പെടുക്ക്, ഞാൻ നിങ്ങളെ അകറ്റാം, എന്റെ കരുണ തരാം. നരകത്തിന്റെ ചൂട് പോലും നിങ്ങളെ ഏൽക്കാതെ നിങ്ങളുടെ നാഥൻ അതിൽ നിങ്ങളെ മാറ്റി നിർത്തുമെന്ന്. അടുപ്പിന്റെ അടുത്ത് നിന്നാൽ അറിയാം നമുക്കതിന്റെ ചൂട്. ഒരു മെഴുകുതിരിയുടെ അടുത്ത് വെച്ചാൽ, കൈവച്ചാൽ അറിയാം നമുക്കതിന്റെ ചൂട്. കൈ മാറ്റും തോറും ചൂട് കുറഞ്ഞു വരും. അതേപോലെ നരകത്തിലേക്ക് അടുക്കുക പ്രയാസം, സൂര്യനിലേക്ക് അടുക്കുക പ്രയാസം. നരകം അതിനേക്കാൾ ഭീതിതം, ഭയങ്കരം.
അതുകൊണ്ട് വേണ്ട നമുക്ക് നരകത്തിന് രക്ഷപ്പെടാനുള്ള അവസരം. അതുകൊണ്ടാണ് നരക കവാടം അടക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം. എന്തിന് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം? എന്തിന് നമ്മൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തണം? അതെ, നമ്മളെ നന്നാക്കാൻ, നമ്മളാക്കാൻ, നമ്മളെ മനുഷ്യാസ്തിത്വത്തിന്റെ ജ്വലിക്കുന്ന മാതൃകകളാക്കാൻ നമുക്ക് വേണ്ടി അള്ളാഹു തആല അവതരിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. അതിന് നന്ദി രേഖപ്പെടുത്താൻ, അതിന് ശുക്ർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ശഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവരാശിക്ക് മാർഗദർശനം നൽകുകയും സത്യാസത്യ വിവേചനം നൽകുകയും കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആന്റെ അവതരണ മാസമാണ് റമളാൻ. അതിന് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തണം. എന്തിന്? എല്ലാ അർത്ഥത്തിലും നമ്മളെ നന്നാക്കാൻ വേണ്ടി നമ്മളെ നാഥൻ തന്ന ഗ്രന്ഥത്തിന്, ആ രീതിയിൽ നമ്മളെ വിമലീകരിക്കാൻ റബ്ബ് ഒരു മാർഗദർശനം തന്നത്, അതിനുള്ള നന്ദി സൂചകം. അല്ലാഹു പറഞ്ഞു, ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. എല്ലാ അർത്ഥത്തിലുള്ള അന്ധകാരത്തിൽ നിന്ന്, വിശ്വാസ ആചാര അനുഷ്ഠാന എല്ലാ രീതിയിലുള്ള സകല അന്ധകാരങ്ങളിൽ നിന്നും സകലവിധ മ്ലേച്ഛതകളിൽ നിന്നും നിങ്ങൾക്ക് പ്രകാശത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ കൊണ്ടുവരുന്നത്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ജ്വലിക്കുന്ന പ്രജ്വല പ്രകാശത്തിലേക്കാണ് ഖുർആൻ അവരെ കൊണ്ടുവരുന്നത്. ബിഇദ്നി റബ്ബിഹിം, അല്ലാഹുവിന്റെ അനുമതിയോടെ, ഇലാ സിറാത്തുൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപിയുമായ പടച്ചതമ്പുരാന്റെ മാർഗത്തിലേക്ക്. ആ ഒരു അർത്ഥത്തിൽ ഖുർആൻ നമ്മൾ നോക്കിക്കാണണം. ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിൽ 20, 25, 30, 40, 50 വയസ്സായ ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും, ഒരു ദിവസം 24 മണിക്കൂറുകൾ, ഒരു വർഷത്തിൽ എത്രമാത്രം മണിക്കൂറുകൾ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ മണിക്കൂറുകൾ ചെലവഴിക്കപ്പെട്ടു, അല്ലെ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളെ നന്നാക്കാൻ, നമ്മുടെ മനസ്സിനെ വിമലീകരിക്കാൻ, സ്വർഗ കവാടങ്ങളിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ മനുഷ്യായുസ്സിൽ ഒരു തവണയെങ്കിലും പൂർണ്ണമായി ഒരു തവണ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ ദൗർഭാഗ്യവാന്മാരായ ആരുണ്ട്? ഒരു ദിവസം പത്രം വായിച്ചിട്ടെങ്കിൽ നമ്മുടെ മനസ്സിന് മനസാക്ഷി കുത്താൻ, ഒരു ദിവസം ഇന്റർനെറ്റിന് മുന്നിൽ ഇരുന്നിട്ട് ലോകവിവരം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കന്ന് ഉറക്കം വരില്ല. ഒരു ദിവസം ചാനലുകളിൽ നിന്ന് വാർത്ത കേട്ടിട്ടില്ലെങ്കിൽ നമുക്കന്ന് തൃപ്തമാവുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ഒരു വരി വായിക്കാത്ത കാരണത്താൽ നമ്മുടെ മനസ്സിന് ഒരു കുഴപ്പവുമില്ല. എന്തേ? എത്ര സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കും? ഒരു ദിവസം ഖുർആനിലെ ഒരു പേജ്, ഒരായത്ത്, ഒരു 5 ആയത്ത്, പലപ്പോഴും അതിനുള്ള മനസ്സോ സന്നദ്ധതയോ മുസ്ലിം സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. അവർ ജീവിക്കുന്ന, നടക്കുന്ന, ഇരിക്കുന്ന, ഉറങ്ങുന്ന ഖുർആനുകളായിരുന്നു. ജീവിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോൾ വരെ ചിന്തിക്കുമ്പോൾ വരെ എല്ലാം ജീവിക്കുന്ന ഖുർആനുകളായിരുന്നു അവർ. എന്നാൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും ഖുർആനിന്റെ മർമ്മം ഉൾക്കൊള്ളാത്ത നിർജീവ സമൂഹമായി കൊണ്ടിരി മാറിയിരിക്കുന്നു മുസ്ലിങ്ങൾ. എന്നിട്ട് നമ്മൾ പഴിചാരുന്നത് മറ്റു പലരെയും, അവര് പറഞ്ഞതുകൊണ്ട്, അവരാണ് നമ്മളാക്കിയത്, അവരാണ് നമ്മളെ ഇങ്ങനെയാക്കിയത്, അവരാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കാരണമുണ്ടാവാം. ഒന്നാമത്തെ കാരണം സ്വയം നന്നാകാനുള്ള സന്നദ്ധതയില്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം. അപകർഷതാബോധം നമ്മുടെ മനസ്സിൽ വന്നു, നമ്മൾ ചുരുങ്ങിപ്പോയി. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിപ്രായം ഇല്ലാത്ത അവസ്ഥ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ഇസ്സത്തില്ലാത്ത അവസ്ഥ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കാര്യമായൊരു ബോധമില്ലാത്ത അവസ്ഥ. പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവും? നമ്മുടെ നാഥന് നമ്മളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവും? അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം വിമലീകൃതമാവാനുള്ള അവസരങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്താന്നുള്ളത്. ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എളുപ്പം എന്തെന്നറിയാവുന്ന പടച്ചതമ്പുരാൻ, മനുഷ്യന് കഴിയുന്നത് എന്തെന്നറിയാവുന്ന പടച്ചതമ്പുരാൻ, മനുഷ്യന് പ്രയാസകരമാകുന്ന കാര്യങ്ങൾ എന്തെന്നറിയാവുന്ന പടച്ചതമ്പുരാൻ അവൻ പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ. ആലോചിച്ച് ചിന്തിച്ചു പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിനെ സരളമാക്കി തന്നില്ലേ, ലളിതമാക്കി തന്നില്ലേ? ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങളിൽ ആരുണ്ട് ഖുർആനിനെ പഠിക്കാൻ, ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ, ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് മനുഷ്യ ദിഷണയെ തൊട്ടുനിർത്താനുള്ള ആർജവമുള്ളവർ ആരുണ്ട് നിങ്ങളിൽ?
ഒരു തവണയല്ല ഖുർആൻ ചോദിച്ചത്. ഖുർആൻ സൂറത്തുൽ ഖമറിൽ 54-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം, 22-ാമത്തെ വചനം, 32-ാമത്തെ വചനം, 40-ാമത്തെ വചനം 4 തവണ ഒരു സൂറത്തിൽ അല്ലാഹ് ആവർത്തിച്ചു ചോദിച്ചു, ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങളിൽ ആരുണ്ട് ഖുർആൻ ആലോചിച്ച് ചിന്തിച്ചു പഠിക്കാൻ? ഞാനുണ്ട് നാഥ. നീ എന്നെ നന്നാക്കാൻ, എന്നെ വിമലീകരിക്കാൻ, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള മാർഗദർശനമായി നീ നൽകിയ വിശുദ്ധ ഖുർആന്റെ തങ്കത്താളുകൾ മറിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിൽ നിന്നും ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളാൻ ഞാൻ ഒരുക്കമാണ്. അതിന്റെ ഹർഫുകൾ വായിച്ചിരട്ടിക്കിരട്ടി പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ഞാൻ ഒരുക്കമാണ്. അതിന്റെ അവതീർണത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യ റമദാനിൽ ഖുർആനിന്റെ വചനങ്ങൾ മാധുര്യത്തോടെ സ്വരമാധുര്യത്തോടെ ഉച്ചരിച്ചുകൊണ്ട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ഞാൻ ഒരുക്കമാണ്. ഒടുവിൽ എനിക്ക് വേണ്ടി ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്ന സുദിനത്തിന് സാക്ഷിയാകാൻ എന്റെ മനസ്സ് കൊതിക്കുന്നു നാഥ എന്ന് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഖുർആൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന രംഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. പക്ഷേ നമ്മൾ അവഗണിച്ചു വിശുദ്ധ ഖുർആനിനെ. അല്ലാഹ് പറഞ്ഞു, അഫലാ യതദബ്ബറുനൽ ഖുർആന അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്തേ നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം ഖുർആന്റെ ഓരോ വരികളെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഓരോ വരികളെ, ഹർഫുകളെ കീറി മുറുക്കിയാണ്. എന്നിട്ട് എവിടെയാണ് അതിലെ പോരായ്മകളും വൈരുദ്ധ്യങ്ങളും കണ്ടെത്താനുള്ള സസൂക്ഷ്മ നിരീക്ഷണം. അതിനുവേണ്ടി ബുദ്ധിജീവികൾ അവരുടെ മസ്തിഷ്കത്തെ ഉപയോഗിക്കുന്നു. അവരുടെ വിലപ്പെട്ട സമയം, അവരുടെ ആരോഗ്യം, അവരുടെ സമ്പത്ത്, അവരുടെ ഭൗതികമായ വിജ്ഞാനങ്ങൾ സർവവും. പക്ഷേ മുസ്ലിങ്ങൾ അവരുപയോഗിക്കുന്നിടത്ത് ഒരല്പമെങ്കിലും ആ ഒരു തലത്തിൽ കുറച്ച് സമയം, കുറച്ച് ബുദ്ധി, അവർ നേടിയെടുത്ത അറിവുകളുടെ ഒരു ഭാഗമെങ്കിലും ഖുർആനിലൂടെ സമീപിക്കാനുള്ള മനസ്സ് ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ എങ്ങനെ ഇസ്സത്ത് ഉണ്ടാവും ഇന്നത്തെ തലമുറക്ക്? ഇന്നലകളിൽ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടായിരുന്നു യൂറോപ്യന്മാർ വരെ ഇന്ന് ലോകം അനുഭവിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ എല്ലാ പുരോഗതിക്കും ബീജവാഹം നൽകിയതും അതിന് വേരുകൾ നൽകിയതും വിത്തിട്ടതും മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ആ പടവൃക്ഷത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മുടെ വേരുകൾ തുരുമ്പിച്ചു പോയി. ഇപ്പോ ഒരു വിത്തും അവശേഷിക്കാതെ അവിടെ ഒരു പടുവൃക്ഷം ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ പോലും പറ്റാത്ത ദുരവസ്ഥയിലേക്ക് പൂർണ്ണമായും പിഴുതെറിയപ്പെട്ട, ഇസ്സത്ത് നഷ്ടപ്പെട്ട സമൂഹമായി നമ്മൾ മാറി. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ മടങ്ങണം ഇലല്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങ്, ഖുർആനിലേക്ക് മടങ്ങ്, നിങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാകുമെന്ന് പടച്ചതമ്പുരാന്റെ ആഹ്വാനമുണ്ടായി. പക്ഷേ അല്ലാഹ് ചോദിച്ച മാല ഖുലൂബിൻ അഖ്ഫാലുഹാ, ഇത്രയെത്ര പറഞ്ഞിട്ട് പോലും, നിങ്ങളുടെ മനസ്സുകളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ ഉണ്ടായിട്ട് പോലും, നിങ്ങളുടെ ചിന്തയെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ ഉണ്ടായിട്ട് പോലും, നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അത്ഭുതമായിരുന്നിട്ട് പോലും, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ നിങ്ങളുടെ കർണപുടങ്ങളെ പിടിച്ചു കുലുക്കിയിട്ട് പോലും, വിശുദ്ധ ഖുർആന്റെ ചില ഹർഫുകൾ നിങ്ങളുടെ മനസ്സുകളിൽ കിടുകിട വറപ്പിക്കപ്പെട്ടിട്ട് പോലും അമ്മല ഖുലൂബിൻ അഖ്ഫാലുഹാ, തുറക്കപ്പെടാത്ത ഹൃദയത്തിന്റെ ഉടമകളായി തീർന്നുവോ നിങ്ങൾ? അരുത്. മനസ്സുകൾ തുറക്കാൻ കഴിയണം. തുറന്ന മനസ്സുകളിൽ വിശുദ്ധ ഖുർആനിന് ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. വിശുദ്ധ ഖുർആന്റെ വചനങ്ങളും വിശുദ്ധ ഖുർആന്റെ വിധികളും നിയമങ്ങളും പല വിശദീകരണങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ പല കോണുകളിൽ മിടിച്ചുകൊണ്ടിരിക്കട്ടെ സജീവമായി. ഹൃദയം മുടിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആന്റെ ചൈതന്യത്തെ പ്രകടിപ്പിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അത് നേടിയെടുത്തവർ സ്വർഗാവകാശികളായി, മാറി നിന്നവർ അധപ്പതിച്ചു പോവുകയും ചെയ്യും. ലോകത്തെ എത്രയെത്ര ഇസങ്ങൾ, ലോകത്തെ എന്നും യുവാക്കൾക്കും ആ കാലഘട്ടത്തിലെ ഓരോ കാലഘട്ടത്തിലെ തലമുറകൾക്കും ഹരവും അവരെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് കടന്നു വന്ന എത്രയെത്ര ഇസങ്ങൾ. അത് കമ്മ്യൂണിസം ആകട്ടെ, ഫാസിസം ആകട്ടെ, നക്സലിസം ആകട്ടെ, മിലിറ്ററിസം ആകട്ടെ, കൊളോണിയലിസം ആകട്ടെ, അനാക്സിസം ആകട്ടെ, ഏത് ഇസമാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് തത്വശാസ്ത്രമാകട്ടെ, ഏത് താത്വികാചാര്യന്മാരാകട്ടെ, ഏത് ഭൗതിക ബുദ്ധിജീവികളാകട്ടെ, അവരെല്ലാം വിശുദ്ധ ഖുർആനിന്റെ പ്രജ്വല പ്രകാശത്തിന്റെ മുന്നിൽ തളരുകയും തകരുകയും പതറുകയും ചെയ്യുന്ന ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. റബ്ബിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും, അത് ഒരു രാഷ്ട്രത്തെ തന്നെ വിമലീകരിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഏത് ഇസമാകട്ടെ, ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ അന്തിയുറങ്ങേണ്ട ഗതികേട് ആ ഇസങ്ങൾക്കുണ്ടാകും. പക്ഷെ ഇസ്ലാം ഇന്നും ഇതാ
ഒരു മനസ്സ് നന്നായാൽ മതി. വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് ഒരു മസ്തിഷ്കം ഒന്ന് ചിന്തിച്ചാൽ മതി. വിശുദ്ധ ഖുർആന്റെ വചനം അനുസരിച്ച് ഒരു മനസ്സ് വിമലീകൃതമാകാൻ തയ്യാറായാൽ മതി. ഇസ്ലാം അവിടെ വിജയിച്ചു. പക്ഷേ ദർശനങ്ങൾക്കും ഇസങ്ങൾക്കും അവിടെ വിജയിക്കാൻ കഴിയില്ല, കഴിഞ്ഞിട്ടുമില്ല. കേവലം വാദഗതികൾ മാത്രം. അത്തരം ഇസങ്ങളുടെ താത്വിക ആശയം അനുസരിച്ച് ഒരു കുഗ്രാമം പോലും വിപുലീകരിക്കാൻ കഴിയാത്ത ഇസങ്ങൾ ഒരു വശത്ത്, എന്നാൽ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെ നവ ചൈതന്യം ഉൾക്കൊണ്ട് ലോകത്തിലെ എന്നും മാനവ സൃഷ്ടിക്ക്, മാനവ തലമുറയ്ക്ക് എന്നും മാതൃകായോഗ്യരായ ഒരു തലമുറയെ വാർത്തെടുത്ത ചരിത്രം വിശുദ്ധ ഖുർആനിനുണ്ട്. ആ ഖുർആൻ തന്നെയാണ് ഇന്നത്തെ ഖുർആൻ. അതേ ഖുർആൻ തന്നെ, അതേ വചനം തന്നെ, അതേ സൂറകൾ തന്നെ, അതേ ആയത്തുകൾ തന്നെ, അതേ ആത്മീയ ചൈതന്യം ആ വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ തുറക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. എത്രയെത്ര ഹൃദയങ്ങൾ വിശുദ്ധ ഖുർആന്റെ മുന്നിൽ തുറക്കപ്പെട്ടു. എത്രയെത്ര ഹൃദയങ്ങൾ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കണ്ട് കണ്ണുനീർ വാർത്തു. എത്രയെത്ര കർണപുടങ്ങളെ വിശുദ്ധ ഖുർആൻ ചിന്തിപ്പിച്ചു. എത്രയെത്ര മനസ്സുകളെ വിശുദ്ധ ഖുർആൻ ശക്തമായി സ്വാധീനിച്ചു. ഖുർആനിൽ യാത്രക്കടയിൽ ഒരു യൂറോപ്യൻ ചിന്തകന്റെ ശ്രവണേന്ദ്രിയത്തിൽ കേട്ട വചനമാണ് അൽഹാക്കുമുത് തകാസുർ ഹത്താ സൂർതുമുൽ മഖാബിർ. മനുഷ്യൻ തിരക്ക് പിടിച്ച ജീവിതം, ബിസി. എത്ര വരെ പെരുമ നടിക്കലും തിരക്ക് പിടിക്കലും, മരണം വരെയാണ് നിന്റെ തിരക്ക്. ഒരു യാഥാർത്ഥ്യം. ചുറ്റുപാട് നോക്കുമ്പോ ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ, അങ്ങോട്ട് ഇങ്ങോട്ട് കാറുകൾ, സിഗ്നലുകൾ, ട്രാഫിക് ബ്ലോക്കുകൾ, ആകെ കൂടെ എല്ലാ രീതിയിലുള്ള ശക്തമായ തിരക്ക്. ഏതുവരെ മനുഷ്യന്റെ തിരക്ക്? മരണം വരെ. അയാൾ ഒന്നുകൂടെ ചോദിച്ചു, എന്താണ് താങ്കൾ ഇപ്പോൾ ഓതിയത്? അതൊന്നുകൂടി കേൾക്കട്ടെ ഞാൻ. അൽഹാക്കുമുത് തകാസുർ ഹത്താ സൂർതുമുൽ മഖാബിർ. 24 മണിക്കൂർ ആ ആയത്തിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ലിയോപോൾഡ് വൈസ് എന്ന വ്യക്തി പിറ്റേന്ന് പ്രഭാതത്തിൽ അദ്ദേഹം പ്രതികരിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതെ, ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ശ്രവണേന്ദ്രിയത്തെ തൊട്ടുണർത്തി ഖുർആനിലെ അൽഹാക്കുമുത് തകാസുർ എന്ന വചനങ്ങളെങ്കിൽ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറ സൂറത്തുൽ കൗസർ. അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കുലപതിയായ ലബീദ് ബിൻ റബീഅ വചനങ്ങൾ വായിച്ചു. തന്റെ കവിതയ്ക്ക് പകരമായി എഴുതി വെക്കപ്പെട്ടിരുന്ന ഖുർആന്റെ വരികൾ എന്ന് കേട്ട് അതെന്തെന്നറിയാൻ കഅബയുടെ കില്ലയിൽ തൂക്കപ്പെട്ട ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായത്തിന്റെ വരികൾ കണ്ട് ഞെട്ടിച്ചരിച്ച് പ്രതികരിച്ചു പോയി. മീം എന്ന ഹറഫില്ലാതെ സുന്ദരമായ രീതിയിലുള്ള കെട്ടും മട്ടും ഭാവവുമുള്ള ഉന്നതമായ സാഹിത്യ സമ്പുഷ്ടമായ രീതിയിൽ ഖുർആന്റെ വചനങ്ങളെ കണ്ടപ്പോ നിറകണ്ണുകളോടെ പ്രതികരിച്ചു പോയി. അൽഹംദുലില്ലാഹി അല്ലദീ ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബല. മരണം അതെനിക്ക് വന്നെത്തുന്നതിന് മുമ്പ് ഇസ്ലാമാകുന്ന വസ്ത്രം അണിയാനുള്ള അവസരം തന്ന റബ്ബേ നിനക്ക് സ്തുതി. മടങ്ങിച്ചെന്ന് പ്രവാചകന്റെ കരങ്ങളിൽ പിടിച്ചു പ്രതികരിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ലബീദ് ബിൻ റബീഅയുടെ കണ്ണുകളെ ഈറനണിയിപ്പിച്ച, അദ്ദേഹത്തിന്റെ ദിക്ഷണയെ തൊട്ടുണർത്തിയ, അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കുലപതിയുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ വചനങ്ങൾ സൂറത്തുൽ കൗസർ. പക്ഷെ നമ്മുടെ മനസ്സുകൾ ഉണരുന്നില്ല, നമ്മുടെ കണ്ണുകൾ ഈറനണിയുന്നില്ല. ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിന്റെ മാനവ സാഹോദര്യത്തെക്കുറിച്ചും മാനവികമായ ഐക്യത്തെക്കുറിച്ചും കറുത്ത തൊലിയുള്ള, തടിച്ച ചുണ്ടുള്ള, ചുരുള മുടിയുള്ള അമേരിക്കക്കാരനായ വെള്ളക്കാരിൽ നിന്ന് പീഡനങ്ങളും പ്രയാസങ്ങൾ അനുഭവിച്ച് അധപ്പതിപ്പിക്കപ്പെട്ട സമൂഹം എന്നുള്ള മുദ്രയ്ക്ക് വിജയമായ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി, മാൽക്കം എക്സ്, ഹജ്ജിന് കടന്നു ചെന്നു. അവിടെ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഹജ്ജിൽ മസ്ജിദുൽ ഹറമിൽ തവാഫ് ചെയ്യുന്നു. അവരുടെ വേഷമൊന്ന്, അവരുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന ദിക്റുള്ളയൊന്ന്, അവരുടെ ലക്ഷ്യമൊന്ന്, അവരുടെ നാദനൊന്ന്, അവരുടെ ആചാരമൊന്ന്, അവരുടെ വിശ്വാസമൊന്ന്. അവർ പ്രാർത്ഥിക്കുന്നതാകട്ടെ പടച്ചതമ്പുരാനോട് അടിവച്ച് ഒരേ രീതിയിലുള്ള തവാഫ് കണ്ടപ്പോ വെളുത്തവനുണ്ട്, തൊലികറുത്തവനുണ്ട്, പണക്കാരനുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഉയരം കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത തലമുറകളിൽ വ്യത്യസ്ത സ്വഭാവവും രൂപവൈഭവവുമുള്ള വ്യത്യസ്ത രീതിയിലുള്ള മനുഷ്യന്മാർ. പക്ഷേ ഏകോദര സഹോദരങ്ങളായി റബ്ബിന്റെ വിളിക്കുത്തരം നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, അല്ല വിളിച്ചു നിങ്ങളെ ജീവ ചൈതന്യത്തിലേക്ക്. ഇബ്രാഹിം നബി അത് ഏറ്റുവിളിച്ചു. ലോകത്തിന്റെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്നും ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രതികരിച്ചു. ആ ഐക്യവും ആ ലബ്ബൈകയും ആ സൗഹൃദവും ആ മാനവികമായ സാഹോദര്യത്തിന്റെ പ്രകടനവും കണ്ടപ്പോ എന്റെ മനസ്സ് തേങ്ങി, എന്റെ രോമം എഴുന്നേറ്റു നിന്നു, എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു നവ്യാനുഭൂതി എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു.
ഇത് ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെ വിമലീകരണ ചരിത്രം ഇന്നും അദ്ദേഹം ജീവനോടുണ്ട്. ഞാൻ പറഞ്ഞത് ഖുർആൻ തയ്യാറാണ് മനസ്സുകളെ തൊട്ടുണർത്താൻ. വിശുദ്ധ ഖുർആൻ തയ്യാറാണ്. അധകൃതരായ www വൈൻ വാർ ആൻഡ് വുമൺ എന്ന അവസ്ഥയിലേക്ക് ഓറിയന്റലിസ്റ്റുകൾ പോലും കാട്ടറബികളെ കളിയാക്കിയിരുന്നു. മദ്യവും മദിരാക്ഷിയുടെയും യുദ്ധത്തിന്റെയും ആളുകൾ അവരെ ലോകം കണ്ട ഉത്തമ തലമുറയാക്കാൻ ഖുർആന് കഴിഞ്ഞു. എത്രയെത്രയോ വ്യഭിചാരികളെ വിശുദ്ധരാക്കാൻ ഖുർആന് കഴിഞ്ഞു. കൊലയാളികളെ വിശുദ്ധരാക്കാൻ ഖുർആന് കഴിഞ്ഞു. ക്രൂരന്മാരെ വിനയാനുധമായ മനസ്സിനുടമകളാക്കാൻ കഴിഞ്ഞു. ശത്രുക്കളുടെ കടുത്ത് വളരെ ആഞ്ഞുവെട്ടുകയും സകലവിധ രീതിയിൽ സമൂഹത്തിൽ കുപ്രസിദ്ധരായ ആളുകൾ പടച്ചതമ്പുരാന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് തേങ്ങി തേങ്ങി കരയുന്ന മനസ്സിനുടമകളാക്കാൻ ശുദ്ധ ഖുർആന് കഴിഞ്ഞു. ആ ഖുർആനാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഖുർആൻ ആ രീതിയിൽ നോക്കിക്കാണാൻ വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും ശാസ്ത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, പ്രവചനത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ എടുത്തു നോക്കിയാലും വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനോ വിശുദ്ധ ഖുർആനെ മാറ്റി നിർത്തുവാനോ ഇന്നത്തെ ലോകത്ത് ഒരു ബുദ്ധിജീവികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആന്റെ ദൈവികതയ്ക്കുള്ള വ്യക്തമായ തെളിവാണ്. ഖുർആന്റെ വചനങ്ങൾക്കനുസരിച്ച് വിമലീകൃതമാകപ്പെടുന്ന ഒരു സമൂഹം. നിങ്ങൾ എന്താണ് ചിരിക്കുകയാണോ, എന്തേ കരയുന്നില്ല എന്നുള്ള ഖുർആന്റെ വചനം അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രവാചകന്റെ പള്ളിയിലുള്ള അഹ്ലുസുഫകൾ, തിണ്ണവാസികളായ പട്ടിണിപ്പാവങ്ങളായ സഹോദരന്മാർ, സഹാബിവര്യന്മാർ തേങ്ങിക്കരയുകയാണ്, ചിരിക്കുന്നില്ല അവർ. ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ ചിരി കാണുന്നില്ല, അപ്രത്യക്ഷമായി കരയുന്നില്ലടോ എന്ന അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുവാൻ മാത്രം മനസ്സിനുടമകൾ. വനബുലുവക്കും, നിങ്ങൾ നാം പരീക്ഷിക്കും. നിങ്ങളിൽ മുജാഹിദുകൾ ആര്, നിങ്ങളിൽ ക്ഷമാലുക്കൾ ആര് എന്ന് ഞാൻ പരീക്ഷിക്കും നിങ്ങളെ. നിങ്ങളുടെ വർത്തമാനങ്ങൾ വരെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വരെ. ഹുബൈബ് റളിയല്ലാഹു പരീക്ഷിക്കപ്പെട്ടു ശത്രുവിന്റെ മുന്നിൽ. തന്റെ ശരീരത്തിൽ മൂർച്ചയുള്ള കൊളുത്തുകളുള്ള ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ വലിച്ച് കീറപ്പെട്ടപ്പോ പോലും ഞാൻ മുജാഹിദാണ് എന്ന് പ്രതികരിച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഉച്ചയിൽ നിന്ന് തൊലിയും അതേപോലെ തന്നെ രോമങ്ങളും ഉരിഞ്ഞു വീഴുന്ന സമയത്ത് പോലും ഞാൻ ക്ഷമിക്കുന്നവനാണ്. കൈകൾ കെട്ടിക്കൊണ്ട് കൈകൾ കെട്ടിവെച്ചുകൊണ്ട് നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ക്ഷമിക്കുന്ന മനസ്സിനുടമയാണ് റബ്ബേ, നീ എന്നെ കാണണമേ എന്ന് പ്രതികരിച്ച ഖബ്ബാബിന്റെ ചരിത്രം മറന്നുപോകരുത് നമ്മൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പടച്ച തമ്പുരാൻ കാണും. അതുകൊണ്ടാണ് ഉമറിന്റെ ഭരണകാലത്ത് പോലും പാലിൽ വെള്ളം ചേർത്താതെ പടച്ച തമ്പുരാൻ കാണുമെന്ന് പ്രതികരിച്ച പുണ്യമതികളെ ലോകത്തിന് സംഭാവന നൽകാൻ ഇസ്ലാമിനെ കഴിഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിന് മാത്രം, ഇസ്ലാമിന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ ഹുബൈബിനെയും ഖബ്ബാബിനെയും അതേപോലെ തന്നെ ഉമറിന്റെ കാലഘട്ടത്തിലുള്ള ഈ പാൽക്കാരിയെയും ലോകത്തിന് സംഭാവന ചെയ്ത വിശുദ്ധ ഖുർആൻ, വിമലീകൃതമായ ഉത്തമ സമൂഹ സൃഷ്ടിയെ ലോകത്തിന് സംഭാവന ചെയ്ത വിശുദ്ധ ഖുർആൻ, മാനവികത എന്തെന്നും സദാചാരം എന്തെന്നും ധാർമ്മികത എന്തെന്നും അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള ദൈവികമായ സൂക്ഷ്മത എന്തെന്നും ഏതാണ് പരിശുദ്ധരായ സമൂഹമെന്നും എല്ലാ അർത്ഥത്തിലും മാതൃകയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരൊറ്റ തലമുറ, അത് വിശുദ്ധ ഖുർആന്റെ തലമുറ, അത് പ്രവാചകന്റെ അധ്യാപനം ഉൾക്കൊണ്ട തലമുറ. ആ തലമുറയാണ് ബദറിന്റെ രണഭൂമിയിൽ വാളെടുത്തത്. മറക്കാനാവില്ല ബദറിനെ, നമുക്ക് മറക്കാനാവില്ല. നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ഒരു ബദറിനും വിസ്മരിക്കാനാവില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ വിസ്മയാവഹമായ ഗതിമാറ്റത്തിന് വഴിതെളിയിച്ച മഹാസംഭവമാണ് റമദാൻ, ബദർ. വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ആദ്യമായി ആയുധമേന്തിയ ആ സംഭവമാണ് ബദർ. എല്ലാ അർത്ഥത്തിലും എന്തിന് ബദർ ഉണ്ടായി? ബദറിന് മുമ്പ് ഇസ്രായേല്യർ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് മാറി നിന്നതോ എങ്ങാനും പോലെ തന്റെ സമൂഹം മാറി നിൽക്കുമോ? പ്രവാചകൻ അൻസാരികളെ മുഹാജിറുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തയ്യാറാണോ? അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം വരുന്നുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പോയി. നിങ്ങൾ ആഗ്രഹിച്ചത് കൊച്ചു സംഘത്തെ, അല്ല പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അല്ല ഇട്ടു തന്നു വലിയ സംഘത്തെ. ആഗ്രഹം ചെറിയൊരു സംഘത്തെ, പക്ഷെ റബ്ബിട്ട് കൊടുത്തത് വലിയൊരു സംഘത്തെ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നുകൊള്ളണം എന്നില്ല. അല്ലാഹുവിന്റെ ആഗ്രഹമേ നടക്കൂ, അല്ല വിധിച്ചതേ നടക്കൂ. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാന്റെ വിധിയെ സൃഷ്ടിപരമായി നോക്കി കാണാൻ കഴിയണം. എല്ലാ അർത്ഥത്തിലും, ദുഃഖത്തിലും അതേപോലെ സുഖത്തിലും, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിന്റെ വിധിയെ വിധിയായി കാണാൻ, അല്ലാഹുവിന്റെ വിധിയിൽ സമാധാനപ്പെടാൻ, അല്ലാഹുവിന്റെ വിധിയിൽ അവനെ ശുക്ർ ചെയ്യാൻ, അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കാൻ കഴിയണം. കാലിൽ ഒരു മുള്ളു തട്ടിയാൽ പോലും ക്ഷമിക്കാൻ വിധിയുടെ ഭാഗം. അതുകൊണ്ട് തന്നെ മുഹാജിറുകളിൽപ്പെട്ട
വ്യക്തി കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, നബിയെ, മുഹാജിറുകളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിയർ പിന്മാറിയതുപോലെയുള്ള നടപടിക്രമം ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രതികരിച്ച മുഹാജിറുകൾ അൻസാരികൾ പറഞ്ഞു, നബിയെ, നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് കടലിന്റെ ആഴിയിലേക്കാണ് കാലെടുത്തു വെച്ചാൽ പോലും കൂടെ കാൽ വെക്കാൻ ഈ അൻസാരികളുണ്ട്. അഖബ ഉടമ്പടിയിൽ സർവാധിനാഥനായ പടച്ചതമ്പുരാനെ സാക്ഷി നിർത്തി ഞങ്ങൾ ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. ജീവനേക്കാളേറെ, പെറ്റ ഉമ്മയേക്കാളേറെ, രക്തത്തിൽ പിറന്ന സന്താനത്തെക്കാളേറെ സംരക്ഷിക്കാൻ നബിയെ താങ്കളെ എന്ന് ഒരുക്കമാണ് അൻസാരികൾ, തയ്യാറാണ് അൻസാരികൾ എന്ന് പ്രതികരിച്ചു. അൻസാരികളിലെ പ്രമുഖനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു യുദ്ധം സജീവമാകുന്നതിന് തൊട്ടു മുമ്പ് മുന്നിൽ വരുന്നത് തന്റെ ഉറ്റവരും അബ്ദുറഹ്മാൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ബദറിന്റെ രണഭൂമിയിൽ ഊരിപ്പിടിച്ച വാളുമായി മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന ധീരനായ യോദ്ധാവ് ആരുണ്ടോ ഞങ്ങളുടെ പൂർവികന്മാർ പഠിപ്പിച്ച ആദർശത്തെ വെല്ലുവിളിക്കാൻ ശക്തമായ വെല്ലുവിളി കടന്നു വരുന്നത് തന്റെ ഉറയിലുള്ള വാളൂരിയെടുത്തുകൊണ്ട് ആ മകന് ജന്മം നൽകിയ പിതാവ് സിദ്ദീഖുൽ അക്ബർ. ആദർശബോധം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ട് ബദറിൽ മുന്നോട്ട് കുതിക്കുമ്പോ തടസ്സമായി വരുന്നത് പിതാവ്. പല വഴിക്കും മാറിപ്പോയി പിതാവിൽ നിന്ന് മാറാൻ. പക്ഷേ പിന്നെയും പിതാവ് തനിക്ക് മാർഗ തടസ്സമായി വരുമ്പോ മാറി നിന്ന് ചിന്തിക്കുന്നു, ഞാൻ എന്തിനു വാളെടുത്തു, ഞാനെന്തിനു മുസ്ലിമായി, ഞാനെന്തിന് മുസ്ലിങ്ങളെ ഇത്തരം നിഷ്കരണം ശത്രുക്കൾ വധിക്കുന്നത് കണ്ടു നിൽക്കണം, അതുകൊണ്ട് എന്തിന് ഞാൻ മാറി നിൽക്കണം, ഞാനെന്തിനു മുസ്ലിമായി, ഞാനെന്തിനു വാളെടുത്തു. ഉരിപ്പിടിച്ച വാളുമായി തന്റെ ആദർശത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള കുതിപ്പിനിടയിൽ തടസ്സമാകുന്നത് തനിക്ക് ജന്മം നൽകിയ ഉപ്പയാണെങ്കിൽ വരെ അശിരസ് ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. എവിടെയുണ്ട് ഈ ആദർശ സംഘടനം? വാപ്പയും മകനും, അതേപോലെ തന്നെ എളാപ്പയും മൂത്താപ്പയും, അതേപോലെ തന്നെ പിതൃവ്യനും, അതേപോലെ തന്നെ മക്കളും തമ്മിലുള്ള യുദ്ധങ്ങൾ. ബദർ അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബദർ ഉണ്ടായതിൽ സത്യത്തെ സത്യമായി നിലനിർത്തുവാനും അസത്യത്തെ നിഷ്ഫലമാക്കാനും ഫലശൂന്യമാക്കാനും. എന്ത് സത്യം? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ ഉമ്മയിൽ നിന്ന് വല്ലുമ്മയിൽ നിന്ന് നമ്മളെ താരാട്ടുപാട്ടുപാടി ഉറക്കുന്ന സമയത്ത് നമ്മൾ കേട്ടു വളർന്ന അസുന്ദരമായ സത്യത്തിന്റെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര തവണ താരാട്ടുപാട്ടുകളിലൂടെ നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കർണപുടങ്ങളിൽ ഇന്നും ഓർമ്മയിലുണ്ട്. നമ്മുടെ മനസ്സുകളിൽ മരിക്കുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ട അവസാനത്തെ പ്രതികരണം പോലും മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പുനഃസ്ഥാപനത്തിന്, ശിർക്കിന്റെ നാശത്തിന്. അതാണ് ബദർ. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി വാളെടുത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി മാതാക്കളെയും പിതാക്കളെയും ഉപേക്ഷിച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടി ഉറ്റവരുടെയും ഉടയവർക്കിടയിലും വാളേൻ താൻ തയ്യാറായ, ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി പട്ടിണി കടന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി സമ്പത്തും സർവസ്വവും ഉപേക്ഷിച്ച ആ ബദരീങ്ങളെ പോലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുരവസ്ഥ ഖേദകരമാണ്, വേദനാജനകമാണ്. ചിന്തിക്കുന്നില്ല മുസ്ലിം സമൂഹങ്ങൾ. വളരെ ഗൗരവം, വളരെ ഗുരുതരം പ്രശ്നം. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ ബദർ എന്തിനു വേണ്ടിയുണ്ടായി? ബദറിന്റെ കഥകൾ പറഞ്ഞ്, ബദറിന്റെ വചനങ്ങൾ പറഞ്ഞ് യുവതലമുറക്കിടയിൽ ജാഗരം കൊള്ളിക്കാനും ജിഹാദിന്റെ ആഹ്വാനങ്ങളുമായി മുസ്ലിം സമൂഹത്തിനിടയിൽ ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ചില കുബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരിച്ചറിയണം അവരെ, സമൂഹം തിരിച്ചറിയണം അവരെ. ബദർ പറഞ്ഞത് എന്ത്? ബദർ എന്തിനുണ്ടായി? ബദറിന്റെ സാഹചര്യം എന്ത്? എപ്പോൾ വാളെടുക്കണം? ഇന്ത്യയെ പോലുള്ള സാഹചര്യത്തിൽ അയൽവാസിയായ രാമന്റെയും അതേപോലെ ജോസഫിന്റെയും കടുത്തറുത്തുകൊണ്ടാണ് ജിഹാദ് പ്രതികരിക്കേണ്ടത്, ജിഹാദ് നടത്തേണ്ടത്. ഇത്തരം ആളുകൾ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ ആരുണ്ടോ തയ്യാറെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് അവനൊന്നും അറിയില്ല. അവന്റെ കയ്യിലുള്ളത് ഷിർക്കൻ ചരടകളും ഷിർക്കൻ വിശ്വാസങ്ങൾ അവന്റെ മനസ്സിലും അവന്റെ ചിന്തയിലും. നേരവണ്ണം 5 നേരം നമസ്കരിക്കാത്ത, പള്ളിയിൽ പോവാത്ത, നോമ്പെടുക്കാത്ത, റമദാനിനെ സജീവമാക്കാത്ത, ഇസ്ലാമിന്റെ ആത്മാവോ ചൈതന്യമോ ഉൾക്കൊള്ളാത്ത കേവലം നാമധാരികളായ മുസ്ലിങ്ങൾ വാളെടുക്കാൻ പലരും രംഗത്താണ്. പക്ഷെ മുസ്ലിമായി ജീവിക്കാൻ ആരുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത് പറ്റില്ല. ഈ മോഡേൺ യുഗത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ഈ സൈബർ യുഗത്തിന് തലമുറയ്ക്ക് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിൽക്കാൻ കഴിയില്ല. അതെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ വിമലീകരിക്കാൻ ഉതകുന്ന ഒരു തത്വശാസ്ത്രം മാത്രം. ഇസ്ലാം പറഞ്ഞത് മുസ്ലിമായി ജീവിക്കാൻ ജിഹാദാണത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു ജിഹാദിനെ മറന്നുപോയോ ഈ സമൂഹം?
ഖബാബ് റളിയല്ലാഹുവിന്റെയും ബിലാൽ റളിയല്ലാഹുവിന്റെയും യാസിർ കുടുംബത്തിന്റെയും ജിഹാദിനെ മറന്നുപോയി ഈ സമൂഹം. നമസ്കാരം പടച്ചതമ്പുരാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയുടെ അന്ത്യാമകൾ മണിക്കൂറുകൾ ചെലവഴിക്കാൻ മറന്നുപോയ ഈ സമൂഹം. മറിച്ച് പടച്ചതമ്പുരാൻ പഠിപ്പിച്ച ഈ കൃത്യമായ ആശയങ്ങളെ ജിഹാദിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയണം. ജിഹാദിന് ഹോളി വാർ എന്ന അർത്ഥം കൊടുത്തു പല ഡിക്ഷണറികളിൽ, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിൽ. ഒരു വ്യക്തി പ്രതികരിക്കാൻ ആരുണ്ടായി? ജിഹാദിന് നേർക്കുനേരെ യുദ്ധം എന്നർത്ഥം എവിടെ? മറിച്ച് ത്യാഗ പരിശ്രമം. ജിഹാദിന്റെ വ്യത്യസ്ത മേഖലകളുണ്ട്. ജിഹാദിന്റെ ഒരു ഭാഗം മാത്രമാണ് കിതാല്. നബിയിൽ നിന്നും പഠിച്ചില്ല ജിഹാദിനെ, സഹാബത്തിൽ നിന്നും പഠിച്ചില്ല ജിഹാദിനെ, ബദരീകളിൽ നിന്ന് പഠിക്കണം ജിഹാദിനെ, ഉഹദയിൽ നിന്ന് പഠിക്കണം ജിഹാദിനെ, സിദ്ദീഖുൽ അക്ബർ എന്ന് പഠിക്കണം ജിഹാദിനെ, രണഭൂമിയിൽ പടഞ്ഞു വീണ അബ്ദുല്ലാഹിബ്നു മക്തൂമിൽ നിന്ന് പഠിക്കണം ജിഹാദിനെ. അതിന് എല്ലാ രീതിയിലും സഹാബി വര്യന്മാരിൽ നിന്ന് ജിഹാദ് പഠിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല.